ശിവനെ അറിയാൻ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ശിവനെ അറിയാൻ, ശിവനെ മനസ്സിലാക്കാൻ. പക്ഷെ ശിവനായി തീരാൻ ഒരു ഗ്രന്ഥം ഭാരതത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് വിജ്ഞാന ഭൈരവതന്ത്രം. സാധാരണഗതിയിൽ നമ്മൾ 112 ധാരണകളാണെന്ന് പറഞ്ഞു. എല്ലാ ധാരണയും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആരംഭം, എങ്ങനെയാണ് ഒരു ധ്യാനം ചെയ്ത് തുടങ്ങുന്നത്? എല്ലാ ധാരണയും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ 112 താക്കോൽ എന്നാണ് നമ്മൾ പറയുന്നത്. ബ്രീത്തിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഒരു ചോദ്യം ചോദിക്കാൻ മാത്രം. ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ബ്രീത്തിങ് സ്റ്റോപ്പായി. ഇതുകൊണ്ടാണ് നമുക്ക് ഇരുട്ടിൽ പോകാൻ ഭയം. ഇരുട്ടിൽ പോകാൻ ഭയം ഉത്തരമില്ലാത്തത്. ചോദ്യം മാത്രമല്ല, അവിടെ എന്താണ്, അവിടെ എന്താണ്, അവിടെ എന്താണ്, എന്താണ് മരിക്കാൻ ഭയം? മരണം ഒരു വലിയ ചോദ്യമാണ്. ഉത്തരം ആരും വന്ന് പറഞ്ഞിട്ടില്ല, തിരിച്ചു വന്നൊരു ഉത്തരം പറഞ്ഞിട്ടില്ല. മരണം ഒരു ചോദ്യമല്ല, ഒരു ഉത്തരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ മരിക്കാൻ ആർക്കും പേടിയില്ല. എല്ലാവർക്കും നമസ്കാരം. തഥാഗത നോയറ്റിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാഡമിയും ശിവം മാസികയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശിവം ടോക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നിരവധി വിഷയങ്ങൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണയും സ്നേഹവുമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിജ്ഞാന ഭൈരവതന്ത്രമാണ്. വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധ്യാനത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുക എന്നതാണ് ഈ പോഡ്കാസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളോടൊപ്പം ഡോക്ടർ ആർ രാമാനന്ദാണുള്ളത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാംജി, നമസ്കാരം. നമസ്കാരം. വിജ്ഞാന ഭൈരവം കൂടുതലായും ധ്യാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് ആ ടെക്സ്റ്റിൽ കാണാൻ പറ്റുന്നത് ധാരണയെക്കുറിച്ചാണ്, ധാരണകളാണ്. എന്താണ് ധ്യാനത്തിന് പകരം ധാരണ എന്ന് അതിൽ പറയാൻ കാരണം? വിജ്ഞാന ഭൈരവതന്ത്രം ഭാരതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വെളിച്ചമുള്ളൊരു കൃതിയാണ്. ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഏറ്റവും വെളിച്ചമുള്ളൊരു കൃതിയാണ്. എല്ലാ കൃതികളും വെളിച്ചമുള്ള കൃതിയാണ്, പക്ഷെ അകത്ത് വെളിച്ചമുണ്ടാക്കുന്ന കൃതിയാണ് വിജ്ഞാന ഭൈരവതന്ത്രം. അകമേ ഈശ്വരീയത പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. ശിവനെ അറിയാൻ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ശിവനെ അറിയാൻ, ശിവനെ മനസ്സിലാക്കാൻ. പക്ഷെ ശിവനായി തീരാൻ ഒരു ഗ്രന്ഥം ഭാരതത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് വിജ്ഞാന ഭൈരവതന്ത്രം എന്നാണ്. 112 ധാരണകളിലൂടെയാണ് വിജ്ഞാന ഭൈരവതന്ത്രം ഒരാളുടെ ഉള്ളിൽ ശിവബോധത്തെ അനുഭവിപ്പിക്കുന്നത്. ശിവവ്യാപ്തി എന്നാണ് പറയുക. ഇപ്പോൾ മഹാമഹേശ്വര അഭിനവഗുപ്താചാര്യൻ വിജ്ഞാന ഭൈരവതന്ത്രത്തെ ശിവജ്ഞാനോപനിഷത്ത് എന്നാണ് പറഞ്ഞത്. ശിവജ്ഞാനത്തെ അനുഭവിപ്പിക്കുന്ന ഉപനിഷത്ത്. അതൊരു ആഗമകൃതിയായിട്ടാണ് മനസ്സിലാക്കുക. അപ്പോൾ ആഗമകൃതി എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ശ്രുതി എന്ന് പറയും. ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടതാണ്. കേട്ട അറിവിനെയാണ് നമ്മൾ ശ്രുതി എന്ന് പറയുക. കേട്ട അറിവ് ശ്രുതിയാണെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ എന്തായിരിക്കും? ഓറൽ നോളജ് എന്നാണ് വരിക, അല്ലേ? ഇപ്പോൾ വിദേശി ഭാരതത്തിൽ വന്ന സമയത്ത് വിദേശി ചെയ്ത പണി ഓറൽ നോളജ് എന്ന് ശ്രുതിയെ ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ ഓറൽ നോളജ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. പറയാൻ ഒരാളും കേൾക്കാൻ ഒരാളും വേണം. അപ്പോൾ ഗുരുനാഥൻ ശിഷ്യന്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ എഴുത്തും വായനയും അറിയാത്ത കാലത്ത് പരസ്പരം പറഞ്ഞ് മാത്രം പ്രചരിച്ച ഒന്നാണ് വേദവിജ്ഞാനങ്ങളെല്ലാം. അതുകൊണ്ട് ഇതിന് ശ്രുതി എന്ന് വിളിക്കുന്നു എന്നാണ് വിദേശി മനസ്സിലാക്കിയത്. പക്ഷെ വാസ്തവത്തിൽ ശ്രുതി എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളോട് പറയുന്നതല്ല. ഒരാൾ മറ്റൊരാളോട് പറയുന്നത് ട്യൂഷനാണ്. അവർക്ക് ട്യൂഷൻ്റെ പാരമ്പര്യം മാത്രമേ പരിചയമുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ട്യൂട്ടേഴ്സ് ഉണ്ടായത്. പക്ഷെ ഭാരതത്തിൽ ട്യൂഷൻ്റെ പാരമ്പര്യമല്ല നിലനിന്നിരുന്നത്. ഭാരതത്തിൽ ഇൻറ്റ്യൂഷൻ്റെ പാരമ്പര്യമാണ് നിലനിന്നിരുന്നത്. ഇൻറ്റ്യൂട്ടീവാണ്. അപ്പോൾ പറയുന്ന ആളും കേൾക്കുന്ന ആളും അവനവൻ്റെ അകത്ത് തന്നെയാണ്. അതിനെയാണ് ശ്രുതി എന്ന് വിളിക്കുന്നത്. മറ്റൊരു പേരുള്ളത് ആഗമം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഗമമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഒരാളും കേൾക്കുന്ന ഒരാളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പറയുന്ന ആൾ ശിവനാണ്, പക്ഷെ ഭൈരവൻ എന്ന പേരിലാണ്. ഭൈരവ ഉവാച എന്നാണ് കാര്യം. ദേവി ഉവാച. ഭൈരവിയുടെ ചോദ്യങ്ങൾക്ക് ഭൈരവൻ കൊടുക്കുന്ന മറുപടിയാണ്
ആഗമങ്ങൾ. വിജ്ഞാന ഭൈരവതന്ത്രം ഒരു ഭൈരവ ആഗമ ടെക്സ്റ്റാണ്. ഇപ്പം നമ്മൾ മനുഷ്യൻ എഴുതിയതുണ്ട്, അല്ലാതെ ഉള്ളിൽ ഉറപൊട്ടിയ ജ്ഞാനമുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക ഒരാൾക്ക്, എല്ലാ മനുഷ്യൻ തന്നെ എഴുതുന്നത്, വേദം അപൗരുഷേയമാണെന്ന് പറയാം, എന്ന് വെച്ചാൽ മനുഷ്യനെ കൊണ്ട് എഴുതപ്പെട്ടതല്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുക അത് ഡിവൈൻ ഒറിജിൻ ആണോ എന്നാണ്. എന്ന് വെച്ചാൽ ആകാശത്ത് നിന്ന് ഇറക്കിയ അതാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. അങ്ങനെയല്ല, മനുഷ്യർ ഋഷിമാർ തന്നെയായിരിക്കാം അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വേദ ഋഷിമാർ, വൈദിക ഋഷിമാർ എന്ന് പറയുന്നത്. പക്ഷേ ആ ഋഷിമാർ ആരും തന്നെ ആ പർട്ടിക്കുലറായിട്ടുള്ള വേദഭാഗത്തിൻ്റെ ഉടമസ്ഥാവകാശം തങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ഇത് ശ്രുതി വിജ്ഞാനീയമാണ്, ഇത് അകമേ കേട്ട ജ്ഞാനമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ അകത്ത് വെളിവായതാണ്. ഞാൻ ഉണ്ടാക്കാത്തൊരു സാധനം എൻ്റെ വായിലൂടെ പുറത്തു വരുന്നു. ഞാനാണ് അതിൻ്റെ ആദ്യത്തെ ഓഡിയൻസ്. ഞാൻ പറയുന്നത് ഞാൻ തന്നെ ആദ്യമായിട്ട് കേൾക്കുക. അങ്ങനെ ഒരു കാര്യം നമുക്കങ്ങനെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ചില പർട്ടിക്കുലറായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ചിലപ്പോൾ ധ്യാനത്തിൻ്റെ അവസരങ്ങളിൽ നമുക്ക് തോന്നും നമ്മൾ തന്നെയാണോ ഇത് പറയുന്നത്, നമുക്കെങ്ങനെ ഇതൊക്കെ അറിയുന്നത് എന്നൊക്കെ തോന്നും. അങ്ങനെ നമ്മൾക്ക് പോലും നമ്മൾ പറയുന്നൊരു കാര്യത്തിൽ അത്ഭുതമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ അത്ഭുതപ്പെട്ട വസ്തു വന്നിരിക്കുന്നത് ഒരു ഡിവിനിറ്റിയിൽ നിന്നാണ്. ആ ഡിവിനിറ്റിയെ ആണ് അവിടെ പ്രാധാന്യത്തോടുകൂടെ കണ്ടിട്ടുള്ളത്. ആ ഡിവിനിറ്റിയെ ഭൈരവാഗമങ്ങൾ ഭൈരവൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ആരെഴുതി എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. വിജ്ഞാന ഭൈരവതന്ത്രത്തെക്കുറിച്ച് വിക്കിപീഡിയയിൽ എന്തോ ഞാൻ നോക്കിയ സമയത്ത് കുറേ മുമ്പ് കേയൂരവതി എന്ന് പറയുന്ന ഒരു ക്രമസമ്പ്രദായത്തിലൊരു മാസ്റ്ററുണ്ട്. അവരാണ് എഴുതിയത് എന്നൊരു പ്രയോഗം ഒരാൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു വിദേശ സ്കോളറാണ് അത് എഴുതിയിട്ടുള്ളത്. ക്രിസ്റ്റഫർ വാലിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമായിട്ട് എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു, നിങ്ങൾ ഈ റെഫറൻസ് എവിടെ നിന്നാണ് എടുത്തത്, എവിടെയെങ്കിലും പറയുന്നുണ്ടോ കേയൂരവതി? അല്ല, എനിക്കങ്ങനെ തോന്നി അതൊക്കെ വെച്ചിട്ട്. ഇത് വിദേശികൾക്ക് പറ്റുന്ന പ്രശ്നമാണ്. അവർക്ക് ഏതെങ്കിലും ഒരാൾ ഇത് എഴുതാൻ നിശ്ചയമായിട്ടും വേണം. ഭാരതത്തിൽ അങ്ങനെയല്ല. ഇത് ഭൈരവോക്തമാണ്, ഭൈരവൻ പറഞ്ഞിരിക്കുന്നതാണ്. ഭൈരവൻ എന്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നു? ഭൈരവൻ്റെ സ്വരൂപത്തെ പറഞ്ഞിരിക്കുന്നു. ഭൈരവൻ്റെ സ്വരൂപത്തെ എങ്ങനെ പറഞ്ഞിരിക്കുന്നു? ഭൈരവിക്കായിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ചോദ്യം വരാം, ഭൈരവിക്ക് ഇത് അറിഞ്ഞുകൂടായിരുന്നോ? എല്ലാവരും ചോദിക്കാം, ഈ ഭൈരവി എന്തിനാണ് ഭൈരവനോട് ഇത് ചോദിക്കുന്നത്? ഭൈരവിക്ക് ഇത് അറിഞ്ഞുകൂടെ? ഭൈരവിക്കറിയാം. പക്ഷെ ആ ചോദ്യം ഒരു ഡയലോഗാണ്, വിമർശനപരം എന്നാണ് പറയുക. പ്രകാശവും വിമർശവും. തന്ത്രങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് പ്രകാശ വിമർശാത്മകമായിട്ടാണ്. ഞാനൊരു വ്യക്തിയാണ്, ഞാൻ എൻ്റെ കണ്ണാടിയിൽ എൻ്റെ രൂപത്തെ കാണുന്നു. ആ പ്രതിഫലിക്കപ്പെട്ടതാണ് പ്രപഞ്ചം എന്ന് പറയാം. എന്ന് വെച്ചാൽ ശിവനാണ് പ്രകാശം, കണ്ണാടിയാണ് ശക്തി, കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബമാണ് പ്രപഞ്ചം, അത് ശിവശക്തിയാത്മകമാണ്. എന്ന് വെച്ചാൽ ഭൈരവാഗമങ്ങൾ എല്ലാം തന്നെ എടുത്താൽ അത് പ്രപഞ്ച സമാനാണ്. എങ്ങനെയാണോ അച്ഛനും അമ്മയും ചേർന്ന് പ്രപഞ്ച സന്താനത്തെ ഉൽപ്പാദിപ്പിച്ചത്, അതുപോലെ ഭൈരവാഗമങ്ങളെയും ഉൽപ്പാദിപ്പിച്ചു. അതിൽ ഭൈരവി എന്തിനാണ് ഈ റോൾ എടുക്കുന്നത്? എന്തിനാണ് ഭൈരവി ചോദ്യം ചോദിക്കുന്നത്? ഭൈരവി ചോദിക്കുകയാണ്, ഭൈരവ അങ്ങയുടെ രൂപം എന്താണ്, അങ്ങയുടെ സ്വരൂപം എന്താണ്? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നവാത്മഘടനയാണോ, ശബ്ദരാശിയിലാണോ, ആ മുതൽ ക്ഷ വരെയുള്ള അക്ഷരങ്ങളിലാണോ നീ നിലനിൽക്കുന്നത്? നവാത്മഘടനയിലാണോ, കുലവ്യൂഹം, കലാവ്യൂഹം, നാദവ്യൂഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യൂഹഘടനയിലാണോ നീ നിലനിൽക്കുന്നത്? മന്ത്രത്തിൻ്റെ സ്വരൂപത്തിലാണോ നിൽക്കുന്നത്? അപ്പം ഭൈരവൻ പറയാം, അല്ല, ഞാൻ ഇതിലൊന്നുമല്ല നിലനിൽക്കുന്നത്. നീ ഇരിക്കുന്നത് പുസ്തകങ്ങളിലാണോ? അപ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ, തന്ത്രഗ്രന്ഥങ്ങളെ പറയുന്നത്. നിരവധിയായിട്ടുള്ള തന്ത്രവാങ്മയങ്ങളുടെ ലോകം തന്നെ നോക്കിയാൽ നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുക, ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നതാണോ നിൻ്റെ സ്വരൂപം? അല്ല, ഇതിലൊന്നും പറഞ്ഞിരിക്കുന്നതല്ല എൻ്റെ സ്വരൂപം. പിന്നെ എന്താ നിൻ്റെ സ്വരൂപം? അപ്പോൾ ഭൈരവൻ പറയാണ്, ആ സ്വരൂപത്തെ അറിയാൻ വേണ്ടി ഭൈരവി ഞാനിതാ വിജ്ഞാന ഭൈരവ തന്ത്രത്തെ പറയുന്നു. വിജ്ഞാന ഭൈരവതന്ത്രം വാസ്തവത്തിലൊരു ചാപ്റ്ററാണ്. രുദ്രയാമളതന്ത്രം എന്ന് പറയുന്നൊരു വലിയ തന്ത്ര
ഗ്രന്ഥത്തിൻ്റെ അല്ലെങ്കിൽ തന്ത്ര ഒരു കലക്ഷൻ എന്നാണ് പറയണ്ടത്. അതിലെ ഒരു ചാപ്റ്ററാണ് വിജ്ഞാന ഭൈരവതന്ത്രം. അതിൽ ഞാൻ എൻ്റെ സ്വരൂപത്തെ നിനക്കായിക്കൊണ്ട് വെളിവാക്കുകയാണ്. ഭൈരവി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതിന് മുമ്പ് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെയോ, എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെയോ? ഭൈരവൻ പറയുന്നൊരു വളരെ ശക്തമായ ഉത്തരമുണ്ട്. അതൊക്കെ വിവരദോഷികൾക്ക് വേണ്ടി ഞാൻ നിർമ്മിച്ചാണെന്ന്. അപ്പം നമുക്ക് കേൾക്കുന്ന സമയത്ത് വിഷമം വരും. വിവരദോഷികളായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി, അങ്ങനെ ആ പർട്ടിക്കുലർ വാക്കല്ല, അതാണ് ഉദ്ദേശം. മൂഢന്മാർക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മൂഢന്മാർക്കും വേണ്ടി ഞാൻ പരശതം തന്ത്രങ്ങളെ രചിച്ചിരിക്കുന്നു. ആ പരശതം തന്ത്രങ്ങളിൽ പെട്ട് ഉഴന്ന് പ്രമാണത്തിൽ ദേവിയെയും ദേവനെയും അന്വേഷിക്കുന്ന വിവരദോഷികൾക്കായിക്കൊണ്ട് ഞാൻ ഇതെല്ലാം ചമച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഭൈരവത്വമാണ് ആഗ്രഹമെങ്കിൽ, അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, നിങ്ങൾക്കായി ഇതാ വിജ്ഞാന ഭൈരവതന്ത്രം എന്ന് പറഞ്ഞാണ് അതിനെ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് ഭൈരവൻ പറയാണ്, ഗന്ധർവ നഗര ഭ്രമം കണക്കെയാണ് മറ്റുള്ള ഗ്രന്ഥങ്ങൾ, പദ്ധതികൾ എന്നൊക്കെ പറയാം. എന്താ ഗന്ധർവ നഗര ഭ്രമം എന്ന് പറഞ്ഞാൽ? നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പം ഈ ക്ലൗഡ് കാസിൽസ് കാണും. എന്ന് വെച്ചാൽ മേഘക്കൊട്ടാരങ്ങൾ. ഇപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും അവിടെ ഗന്ധർവൻ്റെ വീടാണ്, അത് ദേവൻ്റെ വീടാണ്, ഇന്ദ്രൻ്റെ വീടാണ് അല്ലേ, അങ്ങനെയൊക്കെ പറയും. ഇന്ദ്രൻ്റെ രഥം ഉരുളുന്ന ഒച്ചയാണ് ഇടിമിന്നൽ, അല്ലെങ്കിൽ ഇടിയുടെ ശബ്ദം, ഐരാവതം തുമ്പിക്കൈയിലൂടെ ഇതാക്കുന്നതാണ് മഴ. ഇങ്ങനെയൊക്കെ നമ്മൾ ചില കൽപ്പനകൾ ഉണ്ടാക്കും, ഭാവനാത്മകമായ കൽപ്പനകൾ ഉണ്ടാക്കും. ഈ കൽപ്പനകൾ പോലെ മാത്രമാണ് മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളും. യഥാർത്ഥത്തിൽ സ്വന്തം സത്തയെ ഒരു മനുഷ്യൻ മനസ്സിലാക്കണമെങ്കിൽ അയാൾ ആഴത്തിൽ തൻ്റെ സത്തയിൽ പ്രതിഷ്ഠിതനാവണം. ആ സത്തയിൽ പ്രതിഷ്ഠിതനാവാൻ വേണ്ടി എന്താണ് മാർഗം, എങ്ങനെ സാധിക്കുമെന്ന ചോദ്യത്തിന് ഭൈരവിയോട് ഭൈരവൻ പറയുകയാണ്, 112 ധാരണകളുണ്ട്. അപ്പോൾ വിഷ്ണു ചോദിച്ച പോലെ ധാരണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ധ്യാനം എന്നല്ല. എന്തുകൊണ്ട് ധാരണ സ്വാമി ലക്ഷ്മൺജി മഹാരാജൊക്കെ പറയുന്നത് ധ്യാനത്തിൽ ഒരു പടി മേലെയാണ് ധാരണ. കാരണം ധാരണ ഉറച്ചവനെ സംബന്ധിച്ച് ധ്യാനം നിഷ്പ്രയാസം സംഭവിക്കുന്ന ഒരു കാര്യം. ലോകം മുഴുവൻ ആളുകൾ ധ്യാനത്തെക്കുറിച്ച് പറയാറുണ്ട്. ധ്യാനം പഠിപ്പിക്കുന്ന സെൻറ്ററുകളുണ്ട്, ധ്യാനിക്കാൻ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട്. വാസ്തവത്തിൽ ഒരിക്കലും ഒരാൾക്ക് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒന്നാണ് ധ്യാനം. നിങ്ങൾക്കൊരാളെ ധ്യാനിപ്പിക്കാൻ സാധ്യമല്ല, നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു വിത്ത് മുളപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആളുകൾ അതിന് മറുപടി പറയാൻ പറ്റും എന്നാണ്. എന്താ മറുപടി? കുറച്ച് ചെറുപയറിൻ്റെ വിത്ത് കൊടുത്തു, അത് മുളപ്പിക്കാൻ പറ്റുമോ? എല്ലാവരും പറയാൻ പറ്റും എന്നാണ്. എന്തൊക്കെ ചെയ്യണം അതിന്? വിത്തെടുത്തൊരു പാത്രത്തിലിടണം, മണ്ണൊക്കെ വേണം, വളമൊക്കെ വേണം ആവശ്യത്തിന്, വെള്ളം കൊടുക്കണം, സൂര്യപ്രകാശം കാണിക്കണം. അപ്പോൾ അവർ പറയും വിത്ത് മുളച്ച് വരും. നേരത്തെ എന്താ പറഞ്ഞേ? വിത്ത് മുളപ്പിക്കുന്ന. വിത്ത് മുളപ്പിക്കാൻ ആർക്കും പറ്റില്ല. വിത്ത് മുളയ്ക്കാൻ വിത്ത് തന്നെ വിചാരിക്കണം. അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ വിത്ത് മുളച്ചേക്കാം. അനുകൂലമായ സാഹചര്യങ്ങളുടെ സൃഷ്ടിക്കൽ മാത്രമാണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ധ്യാനത്തിനിരിക്കാൻ വേണ്ടി തയ്യാറാവുന്ന സമയത്ത് ഒരു മനുഷ്യൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി അതിലെല്ലാ സാഹചര്യങ്ങളും കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സഹജമായും സംഭവിക്കേണ്ട ഒരു പ്രക്രിയയുടെ പേരാണ് ധ്യാനം. അതിനാണ് ധ്യാനം എന്ന് പറയുക. അതുകൊണ്ട് ധ്യാനം എന്ന വാക്ക് വിജ്ഞാന ഭൈരവതന്ത്രം ഉപയോഗിക്കുന്നില്ല, ധാരണ എന്ന വാക്കേ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് വിജ്ഞാന ഭൈരവത്തിലെ ധാരണകളിൽ തന്നെ ഒരുപാട് തലങ്ങളിലുള്ള ധാരണകളുണ്ട്. ഇപ്പം ആണവോപായം, ശാംഭവോപായം, ശാക്തോപായം, ഇതൊക്കെ ഒന്ന് വിശദീകരിക്കാം. ഉപായം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഇപ്പം 3 ഉപായങ്ങളെക്കുറിച്ചാണ് വിഷ്ണു പറഞ്ഞത്: ശാംഭവം, ശാക്തം, ആണവം. ഉപായം എന്ന് പറഞ്ഞാൽ മാർഗം എന്നർത്ഥം, ടെക്നിക്കാണ് ഉപായം. ഇപ്പോൾ എനിക്ക് അവിടേക്ക് പോകാനൊരു ഉപായം വേണം, ആ ഉപായത്തിലൂടെ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഉപായം ഇല്ലെങ്കിൽ എത്താൻ പറ്റില്ല. ഉപായത്ത് സഞ്ചരിക്കാനൊരു വാഹനം വേണം, വാഹനത്തിൽ കയറി ഉപായത്തിലൂടെ സഞ്ചരിക്കുക. വാഹനമുണ്ട്, ഉപായമുണ്ട്, അങ്ങനെയാണ് നമ്മൾ അവിടേക്ക് ശ്രദ്ധയും വേണം. ഇവിടുത്തെ വാഹനം എന്താണ്?
ശരീരം. ഇവിടുത്തെ വാഹനം ശരീരമാണ്, പ്രാണനാണ്, മനസ്സാണ്, ഭാവനയാണ്. ഇതൊക്കെ വാഹനങ്ങളാണ്. അത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഉപായം. ഏത് മാർഗത്തിൽ ഉപയോഗിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരെ പോവാം, വേറെ വഴിക്ക് വളഞ്ഞു പോകാം, നടന്നു പോവാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള വഴി കൂടെ പോവാം. ഇതൊക്കെ ചെയ്യാം. ഏത് വഴി ഞാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ടോൾ റോഡാണെന്ന് വയ്ക്കുക, ടോൾ അടച്ചേ പോകാൻ പറ്റുള്ളൂ. ടോൾ ഇല്ലാത്ത റോഡ് കൂടെ പോയാൽ ദൂരം കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടല്ലോ. അതുപോലെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പല ഉപായങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള 3 ഉപായങ്ങളാണ് ശാംഭവം, ശാക്തം, ആണവം. ശാംഭവം എന്ന് പറഞ്ഞാൽ ശംഭുവിൽ ഉറച്ചിരിക്കുക എന്നർത്ഥം. ശംഭു ശിവനാണ്. ശിവൻ ശുദ്ധബോധമാണ്. ശുദ്ധബോധത്തിൻ്റെ പേരാണ് ശിവൻ. പൂർണ്ണമായ ചൈതന്യത്തെയാണ് ഇവിടെ ശിവം എന്ന് വിളിച്ചിരിക്കുന്നത്. എല്ലാത്തരം ചിന്തകളും ഒടുങ്ങി മനസ്സ് ബോധത്തിൻ്റെ പ്രശാന്തതയെ പുൽകുന്നതിനെയാണ് ശാംഭവോപായം. ഞാൻ ഉദാഹരണങ്ങൾ പറയാം. ശാംഭവോപായം എന്ന് പറയാം. എല്ലാ തരത്തിലുള്ള ബോധത്തിലുള്ള എല്ലാ തരത്തിലുള്ള ചിന്തകളെയും സംശയങ്ങളെയും ഉത്തരങ്ങളെയും ചോദ്യങ്ങളെയൊക്കെ അവസാനിപ്പിച്ചു. അതാണ് ശാംഭവോപായം. ശാക്തോപായം എന്താണ്? ശാക്തോപായം പൂർണ്ണമായും ജൈവമണ്ഡലത്തിൽ വ്യാപരിക്കുക എന്നുള്ളതാണ്. എന്താ ജൈവമണ്ഡലം? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ശബ്ദം സൗണ്ടാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നത് 5 ഫോർമാറ്റിലാണ്. നമ്മളിപ്പം കമ്പ്യൂട്ടറിലൊക്കെ ഈ ഇമേജ് സേവ് ചെയ്യുക JPEG എന്ന് പറയുന്നൊരു ഫോർമാറ്റിലാണ്. പാട്ട് സേവ് ചെയ്യുക MP3 ആണ്, വാവായിട്ട് MP3 ആയിട്ട് അങ്ങനെയൊക്കെയാണല്ലോ. ഇനി ഡോക്യുമെൻ്റ് സേവ് ചെയ്യുക ഡോക്കായിട്ടാണ്, അല്ലെങ്കിൽ PDF ആയിട്ടാണ്, അല്ലേ? ഇതൊക്കെ ഫോർമാറ്റുകളാണ്. ഇതുപോലെ പ്രപഞ്ചത്തെ നമ്മൾ സ്വീകരിക്കുന്നതിന് ഫോർമാറ്റുകളുണ്ട്. ആകാശം എന്ന് പറയുന്ന പ്രപഞ്ചത്തിലെ ഭൂതത്തെ നമ്മൾ സ്വീകരിക്കുന്നത് ശബ്ദം എന്ന ഫോർമാറ്റിലാണ്. ശബ്ദം എന്ന ഫോർമാറ്റിലാണ്. അത് റിസീവ് ചെയ്യുന്ന എന്താണ്? ചെവിയാണ്. കാഴ്ച അഗ്നി, ലൈറ്റാണ്. ലൈറ്റ് കാരണമാണ് നമ്മളെല്ലാം കാണുന്നത്. വെളിച്ചം ഒന്നിൽ തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് കാഴ്ച ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ സ്വീകരിക്കുന്നത് രൂപമായിട്ടാണ്, അല്ലേ? നമ്മൾ സാധനം നോക്കുമ്പോൾ അതിൻ്റെ രൂപമല്ലേ പതിയുന്നത്. രൂപ ഫോർമാറ്റിലാണ് അഗ്നിയെ നമ്മൾ സ്വീകരിക്കുന്നത്. ഇനി സ്പർശം, അതായത് വായുവെ നമ്മൾ സ്വീകരിക്കുന്നത് സ്പർശമായിട്ടാണെന്ന് പറയാം. ആ സ്പർശത്തെ നമ്മൾ സ്വീകരിക്കുന്നത് ത്വക്ക് വഴിയാണ്. അപ്പോൾ ചെവി വഴി, കണ്ണ് വഴി, ത്വക്ക് വഴി. പിന്നെയോ രസത്തെ, രുചിയെ, ജലത്തെ രസമായിട്ട് സ്വീകരിക്കുന്നു. ആ രസത്തെ നമ്മൾ രസന വഴി, നാവ് വഴിയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ രസനയിൽ അറിയുന്ന രസം എന്ന തന്മാത്രയാണ് അവിടുത്തെ ഫോർമാറ്റ്. ഗന്ധം, ഭൂമിയെ ഗന്ധമായിട്ടാണ് അറിയുന്നതെന്ന് പറയാം തന്ത്രം പറയുന്നത്. മൂക്ക് വഴി ഗന്ധ ഫോർമാറ്റിൽ ഭൂമി എടുക്കുന്നു. ഈ എടുത്തിരിക്കുന്ന 5നെയും നമ്മൾ എവിടെയാണ് വെക്കുന്നത്? മനസ്സിൽ. മനസ്സാകുന്ന ഒരു പാത്രത്തിൽ കൊണ്ട് ഈ 5 എണ്ണത്തിന് ഇട്ടു. അപ്പം നമുക്ക് പ്രപഞ്ചം എന്നുള്ള ബോധം ഉണ്ടായി. ആ 5 എണ്ണത്തിന് ഇട്ട് കഴിഞ്ഞാൽ ആ 5 എണ്ണം ഏതൊക്കെയാണെന്ന് തീരുമാനിക്കണ്ടേ? ഇപ്പം ശബ്ദം കേട്ടു, കാ കാ എന്നൊരു ശബ്ദം നമ്മൾ കേട്ടു. കാ കാ എന്ന ശബ്ദ ഫോർമാറ്റിൽ കാ കാ എന്ന ശബ്ദത്തെ നമ്മൾ സ്വീകരിച്ചു, മനസ്സിൽ കൊണ്ടിട്ടു. മനസ്സിൽ അപ്പോൾ ഒരാൾ പ്രവർത്തിക്കും, ബുദ്ധി. ബുദ്ധി മുന്നേ കേട്ട ഈ ശബ്ദവും രൂപവും തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാ കാ എന്ന് ശബ്ദം ഉണ്ടാക്കുന്ന ജീവി കാക്കയാണ് എന്നൊരു ബുദ്ധി ഒരു അസോസിയേഷൻ ചെയ്തിട്ട് അവിടെ ഒരു ഫയൽ വെച്ചിട്ടുണ്ട്. ആ ഫയൽ എടുത്തിട്ട് പറയും ബുദ്ധി കാക്കയാണിത് എന്ന് പറയും. കൂ കൂ എന്നൊരു ശബ്ദം കേട്ടു, കുയിലാണ് എന്ന് പറയുന്ന സമയത്ത് ബുദ്ധി ഒരു ഡാറ്റയും കൂടി പ്രോസസ്സ് ചെയ്തു. കൂ കൂ എന്ന് ശബ്ദം ഉണ്ടാക്കുന്ന വേറൊരു പക്ഷി ഉണ്ടല്ലോ, ഇനി അതാണോ? ഇങ്ങനെ ബുദ്ധി ആ ചിന്ത നടത്തുകയാണ്. അപ്പോൾ ബുദ്ധിയാണ് ഉള്ളിൽ ഇതിനെ വ്യവസായം ചെയ്യുന്നത്. മാറ്റി വ്യാവസായാത്മിക ബുദ്ധി എന്ന് പറയാം. ബുദ്ധി ഇങ്ങനെ തരംതിരിവ് നടത്തും. അത് ഇത് എന്നുള്ള, അത് ഇതാണ്, ഇത് അതാണ്, ഇത് പകലാണ്, ഇത് രാത്രിയാണ്, അത് ഇയാളാണ്, അത് മറ്റേ ആളാണ്. ഇതൊക്കെ ബുദ്ധി ചെയ്യുന്ന പണിയാണ്. ഇനി ഇത്രയാ കഴിഞ്ഞോ? ഇല്ല. എൻ്റേത് നിൻ്റേത് എന്നൊരു തരംതിരിവും കൂടി നടത്താറുണ്ട്. നമ്മളൊരു നായ കുരയ്ക്കുന്ന വെച്ച കേട്ടു, വീട്ടിൽ വളർത്തുന്ന നായയാണ്. നമ്മൾ ശബ്ദം കേട്ടിട്ട് അത് കൈസറാണ് എന്ന് തീരുമാനിച്ചു. എങ്ങനെയാ? ശബ്ദം തന്മാത്രയായിക്കൊണ്ട് ചെവി ഭൗ ഭൗ എന്ന ശബ്ദത്തെ സ്വീകരിച്ചു, മനസ്സിൽ കൊണ്ടിട്ടു.
മനസ്സിൽ വെച്ച് ബുദ്ധി പറഞ്ഞു ഭൗ ഭൗ എന്ന് ശബ്ദം ഉണ്ടാക്കുന്ന ഒരു നായയാണെന്ന് പറഞ്ഞു. അഹങ്കാരം അവിടെ വന്നിട്ട് എന്ത് പറഞ്ഞു? അഹങ്കാരമാണ് ഈ തരംതിരി വളർത്തുന്നത്. എന്ത് എൻ്റെത് നിൻ്റെ, അത് നിൻ്റെ നായയാണ്, അപ്പുറത്തെ വീട്ടിലെ ആളുടെ നായയല്ല. അഹങ്കാരം തരംതിരി വളർത്തി. അഹങ്കാരം നോക്കൂ, നമുക്കിവിടെ ചുറ്റും നോക്കിയാൽ നമ്മുടെ വസ്തു നമ്മുടേതല്ലാത്ത വസ്തു ഇതിനെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വെറുതെ നോക്കിയാൽ എൻ്റെ വാച്ച്, എൻ്റെ മോതിരം, എൻ്റെ വള, എൻ്റെ മാല, തൊട്ടപ്പുറത്ത് അമ്മയുടെ വള, അമ്മയുടെ വാച്ച്, പെട്ടെന്ന് തിരിക്കാൻ പറ്റും. അങ്ങനെ തരംതിരിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്, ഈ ഫോൺ എൻ്റെ ഫോണാണ് എന്ന് എൻ്റെ അഹങ്കാരം വെച്ചാൽ ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഞാൻ ആ ഫോൺ വിഷ്ണുവിന് തന്നു, വിഷ്ണു അത് എടുത്തോന്ന് പറഞ്ഞു. വിഷ്ണുവിൻ്റെ അഹങ്കാരം അതുവരെ അദ്ദേഹത്തിൻ്റെ ഫോണായിരുന്നു എന്ന് വിചാരിക്കുന്നത് വിഷ്ണുവിൻ്റെ ഫോണാക്കി മാറ്റി. ആ ഫോണ് പിന്നെ ആരെങ്കിലും വന്ന് എടുത്തു കൊണ്ടുപോയാൽ ഞാനാണോ പ്രതികരിക്കുക, വിഷ്ണു ആണോ പ്രതികരിക്കുക? വിഷ്ണു പ്രതികരിക്കുക. അതിൻ്റെ കാരണം എന്താ? അഹങ്കാരം വിഷ്ണുവിൻ്റേതാക്കി അതിനെ അറ്റാച്ച് ചെയ്തു. ഇതാണ് 3 അന്ധകരണങ്ങൾ തന്ത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ: മനസ്സ്, ബുദ്ധി, അഹങ്കാരം. വേദാന്തത്തിൽ ചിത്തം എന്ന് പറയുന്നൊരു 4ാമത്തെ അന്ധകരണത്തെക്കുറിച്ച് കൂടി പറയും. മനോബുദ്ധി അഹങ്കാര ചിത്തം എന്ന് പറയും. തന്ത്രം ബേസിക്കലി ഈ 3 എണ്ണത്തെക്കുറിച്ച്: മനോബുദ്ധി, അഹങ്കാരം. ഭൈരവ തന്ത്രങ്ങൾ ശ്രീവിദ്യാതന്ത്രത്തിലേക്കൊക്കെ വരുമ്പോൾ വീണ്ടും ചിത്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 5 തന്മാത്രകളും ഈ 3ഉം ചേർന്നിരിക്കുന്ന ആന്തരികമായൊരു ഘടന ഉണ്ടല്ലോ നമ്മുടെ, അതിൽ ധ്യാനത്തെ അല്ലെങ്കിൽ ധാരണയെ ഉറപ്പിക്കുന്നതിനാണ് ശാക്തോപായം എന്ന് പറയാം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമാവും. ശാക്തോപായം എന്ന് പറയാം. ഇനി ആണവോപായം. എന്താണ് ആണവോപായം? ഏതെങ്കിലും ഒരു വസ്തുവിൽ നമ്മൾ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക എന്ന് വെച്ചാൽ ഒരു ബാഹ്യ ഉപാധിയോടുകൂടെ ധാരണ ചെയ്യുന്നതാണ് ആണവോപായം. ഒരാൾ ക്ഷേത്രത്തിൽ പോയി വിഗ്രഹത്തെ നോക്കി പ്രാർത്ഥിച്ചു. ആ സമയത്ത് അയാൾ ആ വിഗ്രഹത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക, അയാളുടെ ശ്രദ്ധ വിഗ്രഹത്തിൽ പതിഞ്ഞിരിക്കുക. അപ്പോൾ അയാൾ ആണവോപായമാണ് ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ കണ്ണടച്ചു. ഉള്ളിലുള്ള ആ വിഗ്രഹത്തിൻ്റെ ഭവ്യരൂപം ഹൃദയത്തിൽ പതിഞ്ഞു. ആ പതിഞ്ഞ രൂപത്തിലാണ് അയാൾ അനുസന്ധാനം ചെയ്യുന്നത്. അപ്പോൾ അയാൾ ശാക്തോപായമാണ് ചെയ്യുന്നത്. ആ രൂപവും മാഞ്ഞുപോയി, അതിൻ്റെ ആനന്ദാവസ്ഥ മാത്രം നിലനിൽക്കുക, ചിന്തകളില്ല. അത് ശാംഭവോപായം. ഇപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ പോകുന്നു, നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ചെയ്യുന്ന പ്രോസസ്സ് നോക്കിയാൽ മതി. ഇപ്പം ശബരിമലയ്ക്ക് പോകുന്നു അല്ലേ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ശബരി, ഇപ്പോൾ വൃശ്ചികകാലമാണ്, ഇപ്പം അത്ര കഷ്ടപ്പാടില്ല എന്ന് വിചാരിക്കുക, എന്നാൽ പോലും കഷ്ടപ്പാടുണ്ട്. കല്ലും മുള്ളും കാലിക്ക് മെത്തൈ, കുണ്ടും കുഴിയും കണ്ണിന് മൂർച്ചം അല്ലേ, സ്വാമിയെ അയ്യപ്പോ എന്നൊക്കെ പറഞ്ഞ് കഠിനമായ യാത്ര. കരിമല വഴിക്കൊക്കെ പോയാൽ കഠിനമായ യാത്ര. ആ കഠിനമായ യാത്ര കഴിഞ്ഞ് ഈ തിരക്ക് മുഴുവൻ അനുഭവിച്ച് 18ാം പടി എങ്ങനെയൊക്കെയോ കയറി കഷ്ടപ്പെട്ട് അയ്യപ്പൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ഒറ്റ കണ്ണടക്കില്ല അല്ലേ, തത്വമസി അല്ലേ. അവിടെ അങ്ങനെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് പോകുന്നത് ഈ വിഗ്രഹം കാണാനാ. പക്ഷെ അത് നോക്കി നിൽക്കല്ല, കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കണ്ണടച്ചാൽ പ്രാർത്ഥിക്കുക. അകമേ, അവിടെ ഇരിക്കുന്ന വിഗ്രഹം എൻ്റെ അകമേ പതിഞ്ഞു. ഞാൻ പിന്നെ മലയിറങ്ങി വന്ന് എൻ്റെ മനസ്സിൽ സ്ഥാപിച്ചിരിക്കുക, പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അയ്യപ്പനെ. ആ അയ്യപ്പൻ്റെ ഭവ്യരൂപത്തെ ഞാൻ എപ്പോഴും എനിക്ക് ഓർക്കാൻ പറ്റും. എപ്പോഴൊക്കെ ഞാൻ വെറുതെ കണ്ണടച്ചിരുന്ന് ആ അയ്യപ്പൻ്റെ ഭവ്യരൂപത്തെ ഓർക്കുക. കണ്ണടയ്ക്കണം നിർബന്ധമില്ലേ, കണ്ണടയ്ക്കാതെയും അയ്യപ്പൻ്റെ ഭവ്യരൂപത്തെ ഓർത്തുകൊണ്ട് അതിൽ തന്നെ ഇമ്മേഴ്സ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ശാക്തോപായത്തിലാണ്. ആ ഇമ്മേഴ്സ്ഡ് ആയ രൂപത്തിൽ നിന്ന് ഞാൻ പതുക്കെ അലിഞ്ഞ് അതിന് ആനന്ദാവസ്ഥയിലേക്ക് കയറും. ആ ആനന്ദാവസ്ഥയിലേക്ക് കയറുന്ന സമയത്ത് അത് ശാംഭവോപായം, ശാംഭവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ. ഇതാണ് 3 ഉപായങ്ങൾ. ഇനി ഇതല്ലാത്തൊരു ഉപായമുണ്ട്. അഭിനോക്തൻ തന്ത്രസാരത്തിൽ പറയുന്നത് അതൊരു ഉപായമല്ലെങ്കിൽ പിന്നെ അതിനെങ്ങനെ ഒരു ഉപായം എന്ന് വിളിക്കാം എന്നാ. അതിൻ്റെ പേര് അനുപായം എന്നാണ്. ദ പാത്ത്ലെസ് പാത്ത്. പാത്ത്ലെസ് പാത്താണ്, ഉപായമില്ലാത്ത ഉപായം. അപ്പോൾ ഉപായം എന്ന് വിളിക്കുന്നത് ശരിയല്ല, അത് ശിവാവസ്ഥയാണ്, അത് പൂർണ്ണ ശിവാവസ്ഥയാണ്. ആ ശിവാവസ്ഥയെ നിങ്ങൾക്ക് ഇതൊന്നും ആശ്രയിക്കേണ്ടി വരുന്നില്ല. ആണവത്തെ ആശ്രയിക്കേണ്ടി വരുന്നില്ല, ശാക്തത്തെ ആശ്രയിക്കേണ്ടി വരുന്നില്ല, ശാംഭവത്തെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അവർ സദാ ശിവാനന്ദത്തിലാണ്. അത് അനുപായം. അനുപായത്തെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നുണ്ട്. തന്ത്രസാരത്തിൻ്റെ
രണ്ടാമത്തെ അധ്യായം മുഴുവൻ അനുപായത്തെക്കുറിച്ചുള്ള ഡിസ്കഷനാണ്. അനുപായം എന്ത് എന്നാണ് ചോദിക്കുന്നത്. അനുപായം ഉപായരഹിതമായ അവസ്ഥയാണ്. ഉപായരാഹിത്യമാണോ ഉപായത്തെ സ്വീകരിക്കാതിരിക്കലാണോ? രാഹിത്യമാണ്. അല്ല, ഉപായത്തെ സ്വീകരിക്കാതിരിക്കലാണ്. ഉപായരഹിതമായ അവസ്ഥയാണത്, പക്ഷെ ഉപായത്തെ സ്വീകരിക്കാതിരിക്കലാണ്. ഞാൻ ശാംഭവമായ ഒരു ഉപായത്തെ, ധാരണയെ സ്വീകരിക്കുന്നില്ല. ഞാൻ ശാക്തമായ ഉപായത്തെ സ്വീകരിക്കുന്നില്ല. ഞാൻ ആണവമായതിനെ സ്വീകരിക്കുന്നില്ല. ഞാൻ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അതിലേക്ക് എത്താൻ ചിലപ്പോൾ അയാൾ ഈ ഉപായങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് അയാൾക്ക് ഈ താഴെയുള്ള അവസ്ഥകളൊന്നും അയാൾക്ക് വലിയ കാര്യമായി തോന്നുന്നില്ല. അപ്പോൾ താഴെയുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ശാംഭവത്തിൻ്റെ താഴെയുള്ള അവസ്ഥയാണ് ശാക്തം. ശാക്തത്തിൻ്റെ താഴെയുള്ള അവസ്ഥയാണ് ആണവം. ഏറ്റവും താഴ്ന്ന പടിയാണ് ആണവോപായം. ഇപ്പോൾ ആളുകൾ പറയാറുണ്ട് വിഗ്രഹാരാധന ഒരു താഴ്ന്ന പടിയാണ്. അങ്ങനെ പറയാം. വിഗ്രഹാരാധന തീർച്ചയായിട്ടും ഒരു താഴ്ന്ന പടിയാണ്. പക്ഷെ താഴ്ന്ന പടിക്ക് മോശം പടി എന്ന് അർത്ഥമില്ല. നിങ്ങളെ വീട്ടിലേക്ക് താഴ്ന്ന പടിയില്ലാതെ മുകളിലത്തെ പടി മാത്രം കെട്ടുക. അപ്പോൾ ഈ താഴ്ന്ന പടി വേണ്ടാന്ന് പറയുന്നവർ വീട്ടിലെ മുകളിലത്തെ പടി മാത്രം കെട്ടിയിട്ട് പിന്നെ ചാടുക മേലേക്ക്. താഴത്തെ പടി ചവിട്ടിയിട്ടല്ലേ മേലത്തെ പടിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. തീർച്ചയായും വിഗ്രഹാരാധന താഴ്ന്ന പടിയാണെന്ന് പറയുന്നത് അത് ഒരു ഉപാധിയെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ടാ. അത് ഉപാധിരഹിതമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ശാക്തത്തിലെത്തുമ്പോൾ. എന്ന് വെച്ചാൽ ബാഹ്യ ഉപാധിരഹിതം. അപ്പോഴും ഉപാധി ഉണ്ട്, ആന്തരികമായ ഇംപ്രഷൻ ഉപാധിയാണ്. അതിനെ ഒഴിവാക്കി, ആ രണ്ട് ഉപാധിയെ ഒഴിവാക്കി അവനവൻ്റെ ബോധത്തെ ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് നിലനിൽക്കുകയാണെങ്കിൽ അത് ശാംഭവോപായമാണ്. എന്ന് വെച്ചാൽ ആണവ ശാക്ത ശാംഭവോപായങ്ങൾ നിശ്ചയമായും സാധനയിലെ പന്ഥാവിലെ പടികളാണ്, ചവിട്ടുപടികളാണ്. താഴ്ന്ന പടി എന്നതിന് മോശം പടി എന്ന അർത്ഥമില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തന്ത്രത്തിൻ്റെ യഥാർത്ഥ ആശയത്തെ ഉൾക്കൊള്ളാതെ സംസാരിക്കുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കമൻറ്റുകളൊക്കെ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്, ഞാൻ സമയാചാരത്തിലാണ്, ജസ്റ്റ് കണ്ണടച്ചിരുന്നാൽ മതി, ധ്യാനമാണ് ഏറ്റവും ഉയർന്ന വഴി എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും അപ്പം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും സ്വയം സമയാചാരി എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അങ്ങനെ സംസാരിക്കാറുള്ളത്. ശരിക്കും ഈ നമ്മൾ ക്രമത്തിലെ ആചരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? അല്ല, സമയാചാരിക്ക് ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്യാൻ നേരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഒരാൾ സമയാവസ്ഥയെ പുൽകിയാൽ അയാൾക്ക് സമയം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരം സമം എന്നാണ്, സമ എന്നാണ്. നിങ്ങൾക്ക് സമസ്ഥിതി ഉണ്ടാവാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് സമസ്ഥിതി ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളിൽ ആ ബോധം ഉദിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് മറ്റൊരാൾ ചെയ്യുന്ന പ്രവർത്തനം നിങ്ങളെ ബാധിക്കേണ്ട വിഷയമല്ല. നിങ്ങൾ അതിൻ്റെയൊക്കെ എത്രയോ മേലേക്ക് പോയി കഴിഞ്ഞു. ഓഷോ പണ്ടൊരു യോഗിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഐ ഡോണ്ട് നോ ഹൗ ഹീ ക്യാൻ റൈറ്റ് ദിസ് മച്ച് ബുക്സ് ആൻഡ് ഡു യോഗ ടുഗെദർ. ഇത്രയും വലിയ യോഗിയാണെന്ന് ഒരാളെക്കുറിച്ച് പറയുന്നു. ഓഷോൻ്റെ അഭിപ്രായമാണ്. പക്ഷേ അയാൾ ധാരാളം പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകമൊക്കെ എഴുതാനും യോഗ ചെയ്യാനും കൂടിയൊക്കെ എവിടെയാണ് നേരെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്ന് ഓഷോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സമയാചാരിക്ക് എവിടെയാണ് ഫേസ്ബുക്ക് നോക്കാൻ നേരം? എനിക്കറിഞ്ഞൂടാ. സമയാചാരി ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത് നോക്കിയിരിക്കുകയും ചെയ്യുന്ന സമയാചാരിയാണോ അയാൾ? അയാളുടെ സാധനയിൽ ഉറച്ച് മുന്നോട്ട് പോവുകയല്ലേ ചെയ്യുക. അയാൾക്ക് ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നുള്ള അയാളുടെ വിഷയമാണോ? അല്ല. അപ്പം സമയാചാരികൾ എന്ന് പറയുന്ന ആളുകൾ സമയാചാരികളാവണമെന്നില്ല. യഥാർത്ഥത്തിലുള്ളൊരു സമയാചാരി അകത്ത് പ്രതിഷ്ഠിതനാണ്, അതിലൊരു സംശയമില്ല. വിജ്ഞാനഭൈരവതന്ത്രം സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സമയമാർഗത്തിൽ നോക്കൂ, ധാരണ അങ്ങനെ തന്നെയല്ലേ. വിജ്ഞാനഭൈരവതന്ത്രത്തിന് ഒരു സമയ സ്വഭാവം ഉണ്ട് നോക്കുകയാണെങ്കിൽ. മറ്റു ഉപാധികളൊന്നും ഇല്ലാതെയാണ് അതിൻ്റെ പരിപാടികൾ. യോഗ സംബന്ധിയാണ്. തന്ത്രത്തിന് ജ്ഞാനപാദം, ക്രിയാപാദം, യോഗപാദം, ചര്യാപാദം എന്നിങ്ങനെ ഡിവിഷൻസ് ഉണ്ട്. അതിൽ വിജ്ഞാനഭൈരവതന്ത്രം യോഗപാദത്തിൽപ്പെടുന്ന യോഗ സംബന്ധിയായിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. അപ്പോൾ അത് യോഗത്തെയാണ് ഉണ്ടാക്കുന്നത്, ആന്തരികമായ യോഗത്തെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു ഉയർന്ന തരത്തിൽ സമയാചാരത്തിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ടെക്സ്റ്റാണ്. സമയാചാരത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയത്തെ ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ വിജ്ഞാനഭൈരവതന്ത്രം പറഞ്ഞിട്ടുണ്ട്. പ്രാണനും അപാനനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ സമയാചാര തത്വത്തെ വിജ്ഞാനഭൈരവതന്ത്രം അടയാളപ്പെടുത്തി കഴിഞ്ഞു. ശാംഭവോപായം മുഴുവൻ നോക്കുമ്പം അത് സമയപദ്ധതിയായിട്ട് തോന്നും. ശാക്തം
നോക്കുന്ന സമയത്ത് കൗളത്തിൽ നിന്ന് മിശ്രത്തിലൂടെ സമയത്തിലേക്ക് പോകുന്ന പോലത്തെ ആ മിശ്രാവസ്ഥയെ ശാക്തത്തിൽ കാണാൻ പറ്റും. അതേ സമയത്ത് നമ്മൾ ആണവത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു കൗളനൊക്കെ ചെയ്യുന്നത് പോലെ ഉപാധികളോടുകൂടെ പ്രപഞ്ചത്തെ സ്വീകരിക്കുകയും ഉപാധികളിലൂടെ മോക്ഷാവസ്ഥയെ അനുഭവിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിനും ഓരോ രീതിയിലാണ്. ഇപ്പോൾ എന്താണ് ക്രമം എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ആണവോപായത്തിന് ഉദാഹരണത്തിന് സ്ഥാനപരികൽപ്പന, ശരീരത്തിൽ ഹൃത്ത്, കണ്ഠം, താലു, അതായത് നമ്മുടെ അണ്ണാക്കിൻ്റെ മുൾഭാഗം, അവിടെ നാഭി, ഈ സ്ഥാനങ്ങളിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ധാരണ ചെയ്യുക. ഇത് ആണവോപായമാണ്. മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അത് ആണവോപായമാണ്. അതുപോലെ ഏതെങ്കിലും വസ്തുവിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ഒരു വിഗ്രഹത്തെ നോക്കിക്കൊണ്ടിരിക്കുക. ആ വിഗ്രഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആണവോപായമാണ്. പൂജാകാര്യങ്ങളിൽ ഏർപ്പെടുക ആണവോപായമാണ്. നേരെ മറിച്ച് ഇപ്പം അക്ഷരം അല്ലെ മന്ത്രം ജപിക്കുന്നത് അകമേ ജപിക്കുക. അതായത് ഓം നമഃ ശിവായ എന്നത് ഓം നമഃ ശിവായ എന്ന അകത്താണ് ജപിക്കുന്നത്. ഓം നമഃ ശിവായ എന്നിങ്ങനെ എഴുതി കാണുക. നമ്മൾ ഓം നമഃ ശിവായ എന്നിങ്ങനെ അക്ഷരമായി എഴുതി കാണുക. ഓം നമഃ ശിവായ എന്ന് ജപിക്കുക. ഓം നമഃ ശിവായ എന്ന് എഴുതി കാണുക ശാക്തോപായ. ഓം നമഃ ശിവായ എന്ന് എഴുതി കാണുന്ന അക്ഷരം മാഞ്ഞ് ഓം നമഃ ശിവായ എന്ന് ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തെ, ആ ആനന്ദം ഉള്ളിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക സദാസമയം. ജപിക്കുന്നില്ല, കാണുന്നില്ല, ഉള്ളിൽ കാണുന്നില്ല, ഒന്നുമില്ല. പിന്നെന്താ? അകമേ ഈ ആനന്ദം അനുഭവിക്കുക. അത് ശാംഭവോപായ. അതിൻ്റെ മൂർച്ച എന്ന് പറയുന്നത് അനുപായ. പിന്നെ അയാൾ എല്ലാ ഇതും വിട്ടു. സാധാരണഗതിയിൽ നമ്മൾ 112 ധാരണകളാണെന്ന് പറഞ്ഞു. അപ്പം എല്ലാ ധാരണയും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആരംഭം, എങ്ങനെയാണ് ഒരു ധ്യാനം ചെയ്ത് തുടങ്ങുക? എല്ലാ ധാരണയും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ 112 താക്കോൽ എന്നാണ് നമ്മൾ പറയുക. ബോധോദയത്തിൻ്റെ താക്കോൽ എന്നാണല്ലോ വിജ്ഞാന പരിവന്തരത്തെക്കുറിച്ച് പറയുക. അപ്പോൾ എല്ലാ ധാരണയും എല്ലാവർക്കും പറ്റുന്നതാവണമെന്നില്ല. ചില ധാരണ ചിലവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ലോകൈ ഭിന്ന രുചിർഹ, ലോകം ഭിന്ന രുചിയോട് കൂടിയതാണ്. ലോകം ഭിന്ന രുചിയോട് കൂടിയതാണെന്നാണ് കാളിദാസൻ പറയുന്നത്. ആ ലോകത്തിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടേസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും, ഇപ്പോൾ ചില ആളുകൾക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലേ സന്തോഷമുള്ളൂ. അവരെ പിടിച്ചിട്ട് നിങ്ങൾ രാവിലെ യോഗ ചെയ്യിപ്പിക്കുകയും മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുകയും ഇതാണ് സത്യം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണ്ട. അങ്ങനെയാണെങ്കിൽ അമ്പലം ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. ചില ആളുകൾക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ സന്തോഷമില്ല, അവർക്ക് അകമേ ധ്യാനിക്കുന്നതാണ് സന്തോഷം. അവരത് ചെയ്യട്ടെ. ചില ആളുകൾക്ക് ഇതൊന്നുമല്ല, ഇതിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും റിച്വലിൽ ഇടപെടുന്നതാണ് താല്പര്യം. അതായത് അമ്പലത്തിൽ പോയി സാധാരണ നിലയിൽ പ്രാർത്ഥിക്കുന്നൊരു ഭക്തൻ ഉണ്ടാവാം, പൂജാതി കാര്യങ്ങളിൽ താല്പര്യമുള്ള ഭക്തൻ ഉണ്ടാവാം, ധ്യാനാദി കാര്യങ്ങളിൽ താല്പര്യമുള്ള ഭക്തൻ ഉണ്ടാവാം, ഉപാസനാദി കാര്യങ്ങളിൽ താല്പര്യമുള്ള ഭക്തൻ ഉണ്ടാവാം, സർവീസ് ചെയ്യുന്ന ആൾക്കാർ, കർമ്മയോഗികളായിട്ടുള്ള അന്നദാനം, മഹാദാനം, അങ്ങനെയൊക്കെയുള്ള ഇല്ലേ, അങ്ങനെയുള്ള ഭക്തന്മാരുണ്ടാവാം. ഇങ്ങനെയൊക്കെ ആളുകൾക്ക് വ്യത്യസ്തതകളുണ്ട്. ഇതാണ് ശരി, അതാണ് ശരി, മറ്റതാണ് ശരി എന്ന് പറയുന്നത് ശരിയല്ല. ബോധോദയത്തിന് അങ്ങനെ ഒരു പ്രത്യേകമായൊരു മാർഗ്ഗമില്ല. എൻ്റെ മാർഗ്ഗം ആവണമെന്നില്ല വിഷ്ണുവിൻ്റെ മാർഗ്ഗം. ഇപ്പോൾ ബുദ്ധൻ ബോധോദയം ഉണ്ടായി. ബുദ്ധന് ശേഷം എത്ര പേർക്ക് ബോധോദയം ഉണ്ടായി? ഒരു ചോദ്യമാണ്. ബുദ്ധനെ പോലെ ബോധിസത്വന്മാരുണ്ട്, അങ്ങനെ പറയാം. ബോധിസത്വന്മാരുടെ നീണ്ട പരമ്പര മഹായാന ബുദ്ധം പറയുന്നുണ്ട്. ബുദ്ധൻ പോയി മെഡിറ്റേറ്റ് ചെയ്തത് ബോധിവൃക്ഷത്തിൻ്റെ താഴെയാണ്. ബോധിവൃക്ഷത്തിൻ്റെ താഴെ ഇരുന്ന സമയത്ത് ബുദ്ധന് ബോധോദയം ഉണ്ടായി. ആ ബോധോദയം ഉണ്ടായി ഇത് ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്. ആ ബോധിവൃക്ഷം എപ്പോഴും ഉണ്ട് അവിടെ. ആ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എത്ര 1000 പേര് പോയി ഇരുന്നിട്ടുണ്ടാവും. ഒരു ബുദ്ധൻ എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? ബുദ്ധൻ അതിനു മുമ്പ് അന്ന് ഭാരതത്തിലുണ്ടായിരുന്ന വിവിധങ്ങളായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള സാധനാ പദ്ധതികൾ അനുഷ്ഠിച്ചു. അതിനുശേഷം അതിൻ്റെ പരിപൂർണമായ വിശ്രാന്തി എന്ന് പറയാം. എല്ലാ ശ്രമവും ഒടുങ്ങുന്ന സമയത്ത് വിശ്രാന്തി, ശ്രാന്താവസ്ഥ ഒടുങ്ങുക. അത് ഒടുങ്ങുന്ന സമയത്ത് പ്രകാശിക്കുന്നതാണ് ബോധം. അതുവരെ അവർക്കൊരു മെച്ചുറേഷൻ സംഭവിച്ചിട്ടുണ്ട്. റൈപ്പനിങ് ആണത്. ഒരു ഫലം പഴുത്ത് വരുന്ന പ്രോസസ്സാണത്. അവിടെ ഒരു കാക്ക വന്നിരുന്നു, ആ ഫലം വീണു. കാക്ക വന്നിരുന്നത് കൊണ്ടാണോ ഫലം വീണത്? അത് വീഴാറായതുകൊണ്ടാണ് വീണത്.
പക്ഷേ കാക്ക വന്നിരുന്നത് കൊണ്ടല്ലേ വീണതപ്പോൾ? കാക്ക അപ്പം വന്നിരുന്നത് കൊണ്ടാണ് വീണത്. ഒരു സ്റ്റിമുലസ് ഉണ്ടായിട്ടുണ്ടാവാം. രാമകൃഷ്ണദേവൻ വയലിലൂടെ നടക്കുന്ന സമയത്ത് കരിമേഘങ്ങളുടെ പശ്ചാത്തലം, അവിടെ വെളുത്ത കൊറ്റികൾ പറന്നു പോകുന്ന കണ്ടിട്ട് അത് കണ്ട് ഭാവസമാധിയിലേക്ക് വീണതാണ്. നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു കാഴ്ച? നമ്മൾ വാവ് എന്ന് പറയുന്നതിലുപരി എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. ഒരു സ്ത്രീ നടന്നു പോകുന്ന സമയത്ത് തലയിലൊരു കുടവും വെച്ച് നടന്നു പോകും, ആ കുടം നിലത്ത് വീണ് പൊട്ടി. അത് കണ്ടിട്ട് ഒരാൾക്ക് ബോധോദയം ഉണ്ടായി. അത് കണ്ടിട്ട് ഒരു കച്ചവടക്കാരൻ ബോധോദയക്കുടം വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞൊരു കട തുടങ്ങിയാൽ നാട്ടുകാർ മുഴുവൻ ബോധോദയക്കുടം നിലത്തിട്ട് പൊട്ടിക്കുന്നല്ലാതെ ആർക്കും ബോധോദയം ഉണ്ടാവണമെന്നില്ല. ഏതോ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ബോധോദയം സംഭവിച്ചാണ്. അതിനു മുമ്പ് അവരൊരു യാത്ര നടത്തിയിട്ടുണ്ട്. ആ യാത്രയ്ക്കാണ് സാധന എന്ന് പറയാം. ആ സാധനയാണ് പ്രധാനമായിട്ടുള്ളത്. ആ സാധനയിലാണ് ബോധോദയം ആ സാധനയുടെ പൂർത്തിയായിട്ടാണ് ബോധോദയം സംഭവിക്കുന്നത്. അപ്പോൾ അത് ഇന്ന രീതിയിലാണ് എന്നൊന്നും പറയാൻ സാധ്യമല്ല. ചോദ്യം വിട്ടുപോയി ഞാൻ. നമ്മൾ ധാരണകൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞു. മനുഷ്യന്മാർക്ക് ഓരോന്ന് ഏതൊക്കെയാണ് താല്പര്യം. അപ്പോൾ അതെ, ഓരോരുത്തർക്കും ഓരോ മാർഗ്ഗമാണ്. രാമകൃഷ്ണദേവൻ്റെ മാർഗ്ഗം ആവണമെന്നില്ല ബുദ്ധൻ്റെ മാർഗ്ഗം ആവണമെന്നില്ല രാമൻ്റെ മാർഗ്ഗം ആവണമെന്നില്ല കൃഷ്ണന്. അങ്ങനെ നോക്കിയാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചിഭേദങ്ങളുണ്ടാവും. ആ രുചിഭേദങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരണകളും ഉണ്ട്. ചിലവർക്ക് ആണവായിരിക്കും കുറച്ചും കൂടി നന്നായി തോന്നുക, ചിലവർക്ക് ശാംഭവായിരിക്കും തോന്നുക, ചിലവർക്ക് ശാക്തമായിരിക്കും തോന്നുക, ചിലവർക്ക് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും തോന്നുക. ആണവം ടു ശാക്തം, ആണവ ശാക്ത ധാരണകൾ, ശാക്ത ശാംഭവ ധാരണകൾ, അങ്ങനെയൊക്കെയാണ് തോന്നുക. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അത് ഓരോ വ്യക്തികൾക്കനുസരിച്ചാണ് ഉണ്ടാവുക. നമുക്ക് ഈ വിജ്ഞാന വൈരോതന്ത്രം ആ ടെക്സ്റ്റ് എടുത്ത് അതിൽ ഓരോ ധാരണകളായിട്ട് ചെയ്തു നോക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടോ? അങ്ങനെ പാടുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പാടില്ല എന്നാണ്. ടെക്സ്റ്റ് നോക്കി ചെയ്യാൻ പാടില്ല. അത് ഞാൻ പറയാൻ കാരണമുണ്ട്. കാരണം എല്ലാ ധാരണയ്ക്കും ഒരു രഹസ്യ താക്കോലുണ്ട്. ആ പറഞ്ഞിരിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള ധാരണ, അതിലൊരു രഹസ്യ താക്കോലുണ്ട്. ആ രഹസ്യ താക്കോല് മനസ്സിലാക്കിയാൽ മാത്രമേ വിജ്ഞാന പരുവത്തിലെ ഓരോ ധാരണകളായിട്ട് കുരുക്കഴിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളൊരു പ്രാക്ടീസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഞാൻ പറയാം. ചില ധാരണകൾ അസാമാന്യമായ അനുഭൂതികളകത്തുണ്ടാക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ അത് അപകടകരമായ മാനസികാവസ്ഥയിലേക്ക് പോകും. അത് ഒരു റെഗുലർ ബേസിസിൽ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും വേണം. അയാളോട് സംസാരിക്കാൻ പറ്റണം, അയാളോട് ചോദിക്കാൻ പറ്റണം. ചുരുങ്ങിയ പക്ഷം ഒരു ഗൈഡൻസ് ഉണ്ടെന്നെങ്കിലും തോന്നണം, അല്ലെങ്കിൽ അയാളത് ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ മാത്രമേ ആ ധാരണകൾ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് വ്യക്തിപരമായി നമുക്കൊരു അനുഭവം ഉണ്ടല്ലോ അക്കാര്യത്തിൽ. അപ്പോൾ അതേക്കുറിച്ച് ഇതിൽ ഒരു പോഡ്കാസ്റ്റ് പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അതൊരു സബ്ജക്റ്റീവായ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് പിന്നെ അതിനൊരു പ്രചാരണം കൊടുത്ത പോലെ തോന്നും. അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. അനുഭവങ്ങൾ പെട്ടെന്ന് തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. വിജ്ഞാന ഭൈരവം ഒരു ശൈവ ആഗമാണെന്ന് രാംജി നേരത്തെ സംസാരിക്കേണ്ടായി. വിജ്ഞാന ഭൈരവ തന്ത്രത്തിനും കാശ്മീര ശൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ കാശ്മീര ശൈവം എന്ന വാക്ക് ഒരു പുതിയ വാക്കാണ്. അതൊരു മിസ്നോമറാണെന്ന് ഞാൻ പറയാം. തെറ്റായ വാക്കാണ്. വിദേശികൾ വിളിച്ചു തുടങ്ങിയൊരു വാക്കാണ് കാശ്മീര ശൈവം. പക്ഷെ നമ്മൾ പുസ്തകം എഴുതിയപ്പോഴും കാശ്മീര ശൈവം എന്ന് ആ പുസ്തകത്തിന് പേരിട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം പെട്ടെന്ന് മനസ്സിലാവാൻ ആ വാക്ക് ഉപയോഗിക്കാമെന്ന് സ്വാമി ലക്ഷ്മൺജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ കാശ്മീര ശൈവം എന്ന് വിളിക്കുന്നത് ശരിയല്ല. അതിനെ ത്രികദർശനം എന്ന് വിളിക്കണം എന്നാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകളുടെ അഭിപ്രായം. അഭിനവത്തിന് അതിനെ ഷഡാർദ്ധ ദർശനം എന്നാണ് വിളിച്ചത്. 6ന്റെ പകുതി 3 എന്നർത്ഥത്തിലാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ത്രികദർശനം, ശിവാദ്വൈതം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷഡാർദ്ധം, ഇതൊക്കെയാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്. കാശ്മീര ശൈവിസം എന്ന പേര് വരുന്നത് ഒരു പിൽക്കാലത്ത് ഇറങ്ങിയ കാശ്മീര ശൈവം എന്ന് പേരുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരതായിരുന്നു. അങ്ങനെയാണ് കാശ്മീരി ശൈവിസം എന്നുള്ള പേരിലത് ലോകം മുഴുവൻ പ്രസിദ്ധമാവുകയും ധാരാളം വിദേശ സ്കോളർമാർ പഠിക്കാൻ വരികയൊക്കെ ചെയ്യുന്നു. ഇതൊരു കോർപ്പസ് ഓഫ് നോളജ്, ഒരു ധാരാളം വിജ്ഞാനങ്ങളുടെ ജ്ഞാനശേഖരമാണ് കാശ്മീര ശൈവം എന്ന് വിളിക്കപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വിജ്ഞാന ഭൈരവതന്ത്രം. ആ വിജ്ഞാന ഭൈരവതന്ത്രത്തെ മഹാമഹേശ്വര അഭിനവ്പ്തൻ തന്നെ അദ്ദേഹത്തിൻ്റെ തന്ത്രലോകത്തിലും മറ്റുമൊക്കെ ശിവജ്ഞാനോപനിഷത്ത് എന്ന നിലയിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ആ കാരണം കൊണ്ട് ശൈവാദ്വൈത പദ്ധതിയിലെ ഭൈരവാഗമ പദ്ധതിയിലെ ഏറ്റവും ഉയർന്ന
ഒരു ടെക്സ്റ്റായിട്ടാണ് വിജ്ഞാന ഭൈരവതന്ത്രത്തെ കണക്കാക്കുന്നത്. പക്ഷെ അത് വെളിയിലേക്ക് വന്നത് കാശ്മീർ ടെക്സ്റ്റ് സീരീസ് എന്ന പേരിൽ പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ്. ആ പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ സമയത്താണ് വിജ്ഞാന ഭൈരവതന്ത്രം ആദ്യമായിട്ട് പുറത്തു വരുന്നത്. സ്വാമി ലക്ഷ്മൺജി മഹാരാജ് അതിനെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുകയും അത് പോൾ റപ്പ് എന്ന് പറയുന്ന ഒരാൾ അടുത്തിരുന്ന് കേൾക്കുകയും അദ്ദേഹം സെൻ ഫ്ലഷ് സെൻ ബോൺസ് എന്ന് പറയുന്ന പുസ്തകം എഴുതി. ആ പുസ്തകം വളരെ ചെറിയൊരു ബുക്കാണ്. 112 ധാരണകൾ ഓരോ വരിയിലാണ് എഴുതിയിരിക്കുന്നത്. ആ പോൾ റപ്പ് എഴുതിയ സെൻ ബോൺസ് സെൻ ഫ്ലഷിനെ പിന്നീട് ഓഷോ രജനീഷ് അദ്ദേഹത്തിൻ്റെ ബുക്ക് ഓഫ് സീക്രട്സ് എന്ന പേരിൽ അതിനെ വ്യാഖ്യാനിച്ചു. അത് വലിയ പുസ്തകമാണ്. ഇതൊരു ചെറിയ ബുക്കാണ്, അതൊരു വലിയ പുസ്തകമാണ്, ഒരു തലയണയുടെ വലിപ്പമുള്ള ബുക്കാണ്. അപ്പോൾ ആ ബുക്കിൽ അദ്ദേഹം ഇതിനെ വ്യാഖ്യാനിച്ചു. പക്ഷേ ഞാൻ പിന്നീട് ഒരു കാലത്ത് ഓഷോ ഇതിനെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഓഷോ ഈ പുസ്തകം എഴുതി കഴിഞ്ഞ സമയത്തുണ്ടായ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. എഴുതിയിരിക്കുന്ന ഒരു മുസ്ലിം യുവാവാണ്. അവൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നു ലക്ഷ്മൺജി മഹാരാജിൻ്റെ വീട്. അവൻ്റെ അച്ഛനും ലക്ഷ്മൺജി മഹാരാജും വലിയ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത് ഈ പയ്യൻ ഓഷോ രജനീഷിനോട് ലക്ഷ്മൺജി മഹാരാജിനെ കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഒരു കോപ്പി ഞാൻ കുറേ മുമ്പേ വായിച്ചാണ്. ഒരു കോപ്പി അദ്ദേഹം ലക്ഷ്മൺജി മഹാരാജിനാണ് അത്ര കൊടുത്തയച്ചത്. പക്ഷെ അതുവരെ ഓഷോ അറിയില്ലായിരുന്നു ലക്ഷ്മൺജി മഹാരാജാണ് ഇത് യഥാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചത് എന്ന് അറിയില്ലായിരുന്നു. അത് പോൾ റപ്പ് എഴുതിയതാണ് ഓഷോയുടെ ബുക്ക് ഓഫ് സീക്രട്സിന് ആധാരമായിട്ടുള്ളത്. പക്ഷേ അതിമനോഹരമായ പുസ്തകമാണ് ബുക്ക് ഓഫ് സീക്രട്സ്. രഹസ്യങ്ങളുടെ പുസ്തകം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകമാണ്. അതിമനോഹരമായ പുസ്തകമായിട്ടാണ് നമുക്ക് അതിനെ കാണാൻ പറ്റുക. മലയാളത്തിൽ അത് ഒരു 6ഓളം പുസ്തകങ്ങളായിട്ടാണ് തോന്നുന്നത്. ഉണ്ട്, സൈലൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പലപ്പോഴും നമ്മൾ കാശ്മീർ ശൈവം, ഭൈരവൻ എന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ തനത് ദേവതകളിൽ നിന്നൊക്കെ വളരെ മാറി നമ്മൾ വേറെന്തോ ഒരു അടിസ്ഥാന ദേവതയൊക്കെ മാറ്റുന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ കാണാറുണ്ട്. ഈ ഒരു വിഷയത്തിൽ രാംജിയുടെ അഭിപ്രായം എന്താണ്? ഭൈരവൻ കേരളത്തിൽ പരിചിതമല്ലാത്ത ഒരാളൊന്നല്ല. കേരളത്തിൽ തെയ്യത്തിലൊക്കെ ഭൈരവാദി തെയ്യങ്ങളില്ലേ, ഭൈരവാദി പഞ്ചമൂർത്തികൾ എന്നല്ലേ പറയുക. അപ്പോൾ ഭൈരവൻ നമുക്ക് അപരിചിതമല്ല. പക്ഷെ നമ്മൾ കാണുന്ന ഭൈരവൻ്റെ സ്വരൂപത്തിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഭൈരവ സ്വഭാവം ഉണ്ടോ എന്നുള്ളതാണ്. ഭൈരവം എന്ന വാക്കിൻ്റെ അർത്ഥം ഭയം ജനിപ്പിക്കുന്നതെന്നാണ്. ഭൈരവം മുഴക്കിക്കൊണ്ട് പ്രപഞ്ചത്തെ ഭയപ്പെടുത്തുന്നത്. ഈ ഭയം വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റെ ആകെ പൊരുൾ തന്നെ കറങ്ങുന്നത് ഈ വിഷയത്തിലാണ്. വിജ്ഞാന ഭൈരവ തന്ത്രം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശേഷപ്പെട്ട ജ്ഞാനാണ് വിജ്ഞാനം. വിശേഷപ്പെട്ട ജ്ഞാനം ഭൈരവനാണ് എന്നുള്ളതാണ്. താൻ ഭൈരവനാണ് എന്ന വിശേഷപ്പെട്ട ജ്ഞാനത്തെ നൽകുന്ന ടെക്നിക്കാണ് വിജ്ഞാന ഭൈരവതന്ത്രം. ഭൈരവ ബോധത്തെ അനുഭവിപ്പിക്കുന്ന, അതായത് ഭൈരവബോധം എന്ന വിശേഷജ്ഞാനത്തെ അനുഭവിപ്പിക്കാനുള്ള ടെക്നിക്ക് വിജ്ഞാന ഭൈരവ തന്ത്രം, അല്ലെങ്കിൽ ഭൈരവബോധത്തിലേക്ക് തൻ്റെ ബോധത്തിൻ്റെ വ്യാപ്തിയെ വർദ്ധിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിൽ തന്ത്രം. അപ്പോൾ ഭൈരവൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ശുദ്ധമായ ബോധത്തെയാണ്, കോൺഷ്യസ്നെസ്സിനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഭയപ്പെടുത്തിക്കൊണ്ട് സർവ്വലോകത്തെയും ഭരിക്കുന്നു എന്ന് പറയുന്നു. ഭൈരവ ശബ്ദത്തിൽ ഭരണം, രവണം, വമനം എന്നീ 3 വാക്കുകളുണ്ട്. ഇത് സൃഷ്ടിസ്ഥിതി സംഹാരമാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്ന ആ ഗോഡ് ഹെഡ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിലാണ് ഭൈരവൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. വിജ്ഞാന ഭൈരവൻ എന്നൊരു ഭൈരവല്ല. ആൾക്കാർ പറയും വിജ്ഞാന ഭൈരവൻ എന്നൊരു ഭൈരവുണ്ടോ? ഇപ്പോൾ സ്വച്ഛന്ത ഭൈരവനുണ്ട്, അമൃതേശ്വര ഭൈരവനുണ്ട്, വടുക ഭൈരവനുണ്ട്, കാലഭൈരവനുണ്ട്, അസിതാംഗ ഭൈരവനുണ്ട്, അങ്ങനെ ധാരാളം ഭൈരവന്മാരുണ്ട്. പക്ഷേ വിജ്ഞാന ഭൈരവൻ എന്ന് പറഞ്ഞൊരു ഭൈരവൻ ഇല്ല. വിജ്ഞാന ഭൈരവൻ്റെ തന്ത്രമല്ല, ഭൈരവത്വം ഉണ്ടാക്കാനുള്ള തന്ത്രം. ആ ഭൈരവത്വമാണ് വിശേഷപ്പെട്ട ജ്ഞാനം, അതാണ് വിജ്ഞാനം. അതാണ് അവിടുത്തെ വിഷയം. അതുകൊണ്ട് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിജ്ഞാന ഭൈരവ തന്ത്രത്തെ ധാരാളമായിട്ട് ആരെങ്കിലും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഓഷോയുടെ പുസ്തകങ്ങളൊക്കെ വന്നു എന്നല്ലാതെ വിശാലമായ രീതിയിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് ക്ഷേത്രത്തിലെ ദേവതകളും മൂർത്തികളായിട്ടൊന്നും ബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ധാരണകൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ വിജ്ഞാന ഭൈരവത്തിൽ? വിജ്ഞാന ഭൈരവതന്ത്രം വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കൃതിയാണ്. ഞാനൊരു ധാരണ പറയാം. ഈ
വീഡിയോ കണ്ടിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന ധാരണയാണ്. പക്ഷേ നിങ്ങൾ വളരെ ശാന്തവും സമാധാനപരവുമായിട്ട് ആ ധാരണയെ സമീപിക്കണം. നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്തു നോക്കാറുള്ള ഒരു ധാരണയാണ്. ഇതിൽ അനുഭവം ഉണ്ടാവുന്നുണ്ടോ എന്ന് അവർ കമൻറ്റ് ചെയ്യട്ടെ. യഥാർത്ഥ അനുഭവം ഉണ്ടാവുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് അവർ കമൻറ്റ് ചെയ്യട്ടെ. പക്ഷേ എന്നെ യഥാർത്ഥത്തിൽ ബോധത്തോടു കൂടി ഇടപെടണം. മുൻവിധികൾ വെച്ചിട്ട് ഇടപെടരുത്. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ശരി, ഇതെന്താണ്? പുസ്തകം. ഇത് പുസ്തകമാണ് അല്ലേ? നിങ്ങളെല്ലാം കാണുന്നുണ്ട്, ഇതൊരു പുസ്തകമാണ്. ഈ പുസ്തകം വിഷ്ണു മുമ്പേ കണ്ടിട്ടുണ്ടോ? ഈ പുസ്തകം കുറച്ച് നേരത്തെ കണ്ടത്. അതെ, അതായത് ആദ്യമായിട്ട് കാണുകയാണ്. അതെ, കുറച്ച് നേരത്തെ ആദ്യമായിട്ട് കണ്ടതാണ് അല്ലേ? അപ്പോൾ ഈ പുസ്തകം വിഷ്ണു ആദ്യമായിട്ട് കാണുകയാണ്. ഈ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് വിഷ്ണു എങ്ങനെയത് പുസ്തകമെന്ന് പറയുന്നത്? നേരത്തെ ഇതുപോലുള്ള രൂപത്തിലാണ് നമ്മൾ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള എന്തിനെയോ മുമ്പേ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു ചോദിച്ചിട്ടുണ്ട് ഇതെന്താന്ന് അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അതെന്താ 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 അതെന്താന്ന് ചോദിക്കും. ചെറിയ കുട്ടികൾ കൂടുതൽ ചോദിക്കും. ഇപ്പോൾ എൻ്റെ മോള് ചെറിയ കുട്ടിയാണ്, അവൾ എന്നോട് ചെറിയ കുട്ടിയാകുമ്പോൾ ചോദിക്കും. ഇപ്പോൾ മാറിയത് ഇതെന്താന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും മോളെ ഇത് പുസ്തകമാണ്. അപ്പോൾ അവൾ അടുത്ത പുസ്തകം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ചോദിക്കും അച്ഛ ഇതെന്താന്ന്. അപ്പോൾ ഞാൻ പറയും അതും പുസ്തകമാണ്. അപ്പോൾ അവൾ അടുത്ത പുസ്തകം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ചോദിക്കും ഇതെന്താന്ന്. അപ്പോൾ ഞാൻ പറയും ഇതും പുസ്തകമാണ്. അങ്ങനെ ഒരു 3-4 വട്ടം പറയുമ്പോൾ നമ്മൾ പറയും ഇതെല്ലാം പുസ്തകമാണ്. അസോസിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ രൂപത്തിൽ പിന്നെ അവൾ എന്ത് എവിടെ കണ്ടാലും ആ ഗുണമുള്ള ആ സ്വഭാവമുള്ള എന്ത് എവിടെ കണ്ടാലും അതിനെ പുസ്തകം എന്ന് വിളി. അസോസിയേറ്റഡ് നോളജാണ് അല്ലേ? ഇതിപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ച സമയത്ത് വിഷ്ണു ഇതിനെ നോക്കി ഇത് പുസ്തകമാണെന്ന് പറഞ്ഞു. അതൊരു ഉത്തരാണ്. എന്താണെന്നുള്ള ചോദ്യം ഞാനാണ് ചോദിച്ചത്, വിഷ്ണുവാണ് അതിന് ഉത്തരം പറഞ്ഞത്. വിഷ്ണു വെറുതെ ഇതിനെ നോക്കുക. ഇതിനെ നോക്കുന്ന സമയത്ത് ഇത് പുസ്തകം എന്ന് വിഷ്ണുവിൻ്റെ മനസ്സിലൊരു ശബ്ദം ഉണ്ടാവുന്നുണ്ട്. എന്ത് വസ്തുവിനെ നിങ്ങൾ നോക്കുമ്പോഴും അത് എന്താണെന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ ചുറ്റുമുള്ള വസ്തുക്കൾ നോക്കിക്കോളൂ ഇല്ലേ? അപ്പോൾ ഉത്തരം ഉള്ളിൽ കേൾക്കുന്നുണ്ട്. ഉത്തരം ഉള്ളിൽ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഉത്തരം ഉള്ളിൽ കേൾക്കുന്നു? ചോദ്യമുള്ളതുകൊണ്ട് ഉത്തരം കേൾക്കുന്നു. പക്ഷെ ചോദ്യം നിങ്ങൾ കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? അറിവ് ഉള്ളതുകൊണ്ടാണ്. ആ അറിവ് എന്താ? വെളിച്ചാണ്. വെളിച്ചം ആ വസ്തുവിൽ തട്ടി പ്രതിഫലിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കിതിനെ കണ്ട് പരിചയമുള്ളത് കൊണ്ട് ചോദ്യം നിങ്ങൾ കേൾക്കാത്തതാണ്. ചോദ്യം ഇല്ലാത്തല്ല. ചോദ്യമുണ്ട്, പക്ഷെ ചോദ്യം നിങ്ങൾ കേൾക്കാത്തതാണ്. അതേ സ്ഥലത്ത് ഇതേ പുസ്തകം ഞാൻ വെക്കുകയാണ്, ലൈറ്റ് ഓഫ് ആക്കി എന്ന് വിചാരിക്കുക. ഒരു ചെറിയ വെളിച്ചം മാത്രമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി ചോദിക്കും അതെന്താ അത്? ഇപ്പോൾ ടോർച്ചടിച്ച് നോക്കി, ആ പുസ്തകമാണല്ലേ. അറിവ് വന്നപ്പോൾ പഴയ ഓർമ്മ പ്രകാശിപ്പിക്കപ്പെട്ടു. അങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളും? ശരി, ഇനി ചെയ്യാനുള്ള മെഡിറ്റേഷൻ ഇതാണ്, ധാരണ ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് മുന്നിൽ വെക്കുക. ഒരു ഫോണോ ഒരു ജാറോ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും കൈ കിട്ടുന്ന എന്തെങ്കിലും വെക്കുക, മുമ്പിലെടുത്ത് വെക്കുക. ആ വസ്തുവെ നോക്കുക, വെറുതെ നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ ചോദ്യമുണ്ടാവട്ടെ, വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ് എന്നൊരു ചോദ്യമുണ്ടാവട്ടെ. അതെന്താണ് എന്ന ഉത്തരം നിങ്ങളിലേക്ക് വരുന്നില്ല, അതിനെ തടയുക. ചോദ്യം മാത്രമേ ഉള്ളൂ, അതെന്താണ്? ഉത്തരം വരുന്നില്ല, അതിനെ തടയുക. ഒരു ഉത്തരവും എടുക്കരുത്. ഉദാഹരണത്തിന് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലാസ് അല്ല മറ്റെന്തോ ആണ്, അതൊരു ഉത്തര. ഒരു ഉത്തരവും എടുക്കരുത്. ചോദ്യം മാത്രം, വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ദാറ്റ് എന്നുള്ളിൽ മാത്രം നിൽക്കുക. വാട്ട് ഈസ് ദാറ്റ് എന്നുള്ള ഉത്തരത്തിലേക്ക് പോകരുത്. അങ്ങനെ ഒരു 2 മിനിറ്റ് നോക്കുക. 2 മിനിറ്റ് വേണ്ട, ഒരു 30 സെക്കൻഡ് നോക്കിയാൽ മതി. ഇങ്ങനെ നോക്കുന്ന ഒരാൾക്ക് ഒരു സ്ട്രെസ്സ് അനുഭവപ്പെടുന്നുണ്ടോ? ചോദ്യം, നിങ്ങൾക്ക് അത് ചോദിക്കുന്ന സമയത്ത് ഒരു സ്ട്രെസ്സ് അനുഭവപ്പെടുന്നുണ്ടോ? ആ സ്ട്രെസ്സ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആ സ്ട്രെസ്സ് അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ബ്രീത്തിങ് സ്റ്റോപ്പായി. ഞാൻ ആരോടും ബ്രീത്തിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് ഒരു ചോദ്യം ചോദിക്കാൻ മാത്രമാണ്. ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ബ്രീത്തിങ് സ്റ്റോപ്പായി. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ചിന്തയും ബ്രീത്തിങ്ങുമായി അഭേദ്യമായ വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ആഴത്തിലേക്ക് പോവാം.
പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെയാണ് പ്രാണൻ എന്ന് വിജ്ഞാന ഭൈരവതന്ത്രം പറയുന്നത്. അകത്തേക്ക് വരുന്ന ശ്വാസത്തെയാണ് അപാനൻ എന്ന് വിജ്ഞാന ഭൈരവതന്ത്രം പറയുന്നത്. അകത്തേക്ക് വരുന്ന ശ്വാസം അപാനനും പുറത്തേക്ക് പോകുന്ന ശ്വാസം പ്രാണനും ആണ്. പുറത്തേക്ക് പോകുന്ന ശ്വാസം ചോദ്യമാണ്, അകത്തേക്ക് വരുന്ന ശ്വാസം ഉത്തരമാണ്. നമ്മൾ പ്രപഞ്ചത്തിനോട് ചോദ്യോത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ നിമിഷവും ചോദ്യോത്തരവും നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഭൈരവി ഭൈരവ സംവാദം. ഇതാണ് പ്രപഞ്ചം. ഏത് നിമിഷമാണ് അത് കട്ടാവുന്നത്? ഉത്തരം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സഫോക്കേഷൻ ഉണ്ട്, ജീവൻ നിലയ്ക്കും, ജീവൻ്റെ വരവ് നിന്നു. ഈ സഫോക്കേഷൻ മാറാൻ വേണ്ടി നിങ്ങളൊരു ടെക്നിക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എന്തോ ഒരു ഉത്തരം എടുത്തിട്ട് ശ്വസിക്കുക ചെയ്യുന്നത്, എന്നിട്ട് വീണ്ടും ട്രൈ ചെയ്യാന്ന്. ശ്വാസം മുട്ടുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉത്തരം എടുക്കും, മനസ്സിൽ നിന്ന് കട്ടാക്കും, അപ്പം വീണ്ടും ശ്വാസം എടുക്കാൻ പറ്റും. ഉത്തരം ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ശ്വാസം മുട്ടൽ അനുഭവിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ഇരുട്ടിൽ പോകാൻ ഭയം? ഉത്തരമില്ല. ഇരുട്ടിൽ പോകാൻ ഭയം ഉത്തരമില്ലാത്തതുകൊണ്ടാണ്. ചോദ്യം മാത്രമേ ഉള്ളൂ, അവിടെ എന്താണ്? എന്താണ് മരിക്കാൻ ഭയം? മരണം ഒരു വലിയ ചോദ്യമാണ്. ഉത്തരം ആരും വന്ന് പറഞ്ഞിട്ടില്ല, തിരിച്ചു വന്നൊരു ഉത്തരം പറഞ്ഞിട്ടില്ല. മരണം ഒരു ചോദ്യമല്ല, ഒരു ഉത്തരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ മരിക്കാൻ ആർക്കും പേടിയില്ല. മരണം ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ആഫ്റ്റർ ഡെത്ത് എന്താണ് അറിയില്ല, വലിയ ചോദ്യമാണ്. വ്യക്തികൾ തമ്മിൽ, വളരെ അടുപ്പുള്ള വ്യക്തികൾ തമ്മിൽ ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്ന സാധനം എന്താ? അൺനോൺ ടെറിട്ടറിയാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ എന്നോടൊരു പ്രത്യേക രീതിയിൽ പെരുമാറി. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അയാളെ പൂർണ്ണമായി അറിയാമെന്നാണ്. പക്ഷേ അയാൾ അതല്ലാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എനിക്ക് അയാളെ സംശയമായി, എനിക്ക് അയാളെ ഭയമായി. ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ അടിസ്ഥാനം ഭയമാണ്. ഇത് അടിസ്ഥാനപരമായി ജൈവികമായിട്ടുള്ള മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഭയമാണ്. ആ ഭയമാണ് ട്രസ്റ്റ് ഇഷ്യൂസായി നിൽക്കുന്നത്. ഇയാളെങ്ങനെ വിശ്വസിക്കും? കാര്യം എന്താ? അയാളുടെ ഉള്ളിൽ നമുക്കറിയാത്തൊരു ഏരിയ ഉണ്ട്. മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടില്ലേ? ആ സിനിമയിൽ സ്വന്തം ഭാര്യ, കൂടെ കിടന്നുറങ്ങുന്ന ഭാര്യ, ആ ഭാര്യയോട് പോയി ഡോക്ടർ സണ്ണി പറയാണ്, നീ അവളെ തടയണം, അല്ലിക്ക് ആഭരണം വാങ്ങാൻ പോകുന്നത് പാടില്ല എന്ന് പറയുന്നു. തടയുന്ന സമയത്ത് അയ്യൊക്കെ നായേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഗംഗ സ്വഭാവം മാറും. ആ നിമിഷം നകുലൻ അത്ഭുതപ്പെട്ടു പോകുന്നത് ഇതേത് ഗംഗ എന്നാണ്. അൺനോൺ ടെറിട്ടറി ഭയാവഹമാണ്. എല്ലാ അൺനോൺ ടെറിട്ടറിയും ഭയാവഹമാണ്. വെളിച്ചുണ്ടെങ്കിലേ നമുക്ക് സമാധാനമുള്ളൂ. അതുപോലൊരു അൺനോൺ ടെറിട്ടറിയാണ് ഈ സംഭവിക്കുന്നത്. ഈ അൺനോൺ ടെറിട്ടറി ഭയാവഹമാണ്. അവിടെയാണ് ഭൈരവൻ ഇരിക്കുന്നത്. ഈ അൺനോൺ ടെറിട്ടറി എന്താണെന്നറിയോ? നമുക്കറിയാത്ത അതിൻ്റെ ഉയർന്ന തലമാണ് ഞാൻ പറയുന്നത്. താഴ്ന്ന തലം മരണമാണ്, ആശങ്കയാണ്, ഭയമാണ്, അങ്കലാപ്പാണ്. ഉയർന്ന തലം എന്താണെന്നറിയോ? ഉയർന്ന തലം ആത്മീയ ഉന്നതിയാണ്. അവിടേക്കാണ് ഭൈരവൻ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യൻ മരിച്ചു പോവുകയാണ് എങ്കിൽ അയാളുടെ വ്യക്തിസത്തയുടെ മരണമാണ് സംഭവിക്കുന്നത്. ഇൻഡിവിജ്വാലിറ്റി ഗെറ്റ്സ് കിൽഡ്. ഇൻഡിവിജ്വാലിറ്റിയാണ് മരണപ്പെടുന്നത്. അയാളുടെ യാഥാർത്ഥ്യം ആ ഇൻഡിവിജ്വാലിറ്റിക്ക് അപ്പുറമാണ്. വ്യക്തിസത്തയുടെ വ്യഷ്ടി ബോധത്തിൻ്റെ അപ്പുറത്താണ്. അതിനെ സമഷ്ടി ബോധം എന്ന് പറയുക. അതാണ് ശിവാവസ്ഥ. എൻ്റെ വ്യക്തിത്വത്തിന് അപകടം പറ്റുന്നതുകൊണ്ടാണ് എനിക്ക് പേടി വരുന്നത്. ആ വ്യക്തിത്വം ഇല്ലാതെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നിർഭയാവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ഭൈരവൻ ഭയപ്പെടുത്തിക്കൊണ്ട് എന്താ ഉണ്ടാക്കുന്നതെന്നറിയോ? നിർഭയാവസ്ഥ. അതാണ് അതിൻ്റെ തത്വം. തന്ത്രത്തിൽ നമ്മൾ വിവിധ തരത്തിലുള്ള ക്രിയകൾ കാണാറുണ്ട്. ഇപ്പം ചിലത് ഈ നേരത്തെ പറഞ്ഞ പോലെ പൂജ കാര്യങ്ങളൊക്കെ, അപ്പം പലതിനും പല വിധിയുണ്ട്. അപ്പം വിജ്ഞാന ഭൈരവം എങ്ങനെയാണ്? ഒരു ആത്മനിഷ്ഠമായ സാധനയാണോ, അതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലാണോ? നമ്മളതിനെ ഈ ഒരു ധ്യാനം ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചിട്ടകൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണോ?
ചില നിഷ്കർഷകൾ പറയാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് ഇളകാതെ ഒരു സ്ഥലത്തിരിക്കണം. 5 നിഷ്കർഷ പറയാറുണ്ട് പ്രധാനമായിട്ട്. നിങ്ങൾ ധ്യാനിക്കാൻ ഒരു സ്ഥലം തിരഞ്ഞെടുത്താൽ ആ സ്ഥലം തന്നെ ഇരിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ യാത്രയിലൊക്കെ ആകുമ്പോഴുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ വീട്ടിൽ നിങ്ങൾ ഒരു സ്ഥലത്താണ് ധ്യാനിക്കുന്നതെങ്കിൽ അവിടെ തന്നെ ഇരിക്കണം. അതെന്താ കാരണം വെച്ചാൽ അതൊരു പ്രശ്നത്തെ സോൾവ് ചെയ്യും. ഇന്നൊരു സ്ഥലത്തിരുന്നു, നാളെ വേറൊരു സ്ഥലത്തിരുന്നാൽ നമ്മൾ വിചാരിക്കും ഇന്നലത്തെ സ്ഥലമായിരുന്നു കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ ഇന്നത്തെ സ്ഥലം ഇന്നലത്തേക്കാൾ നല്ലതാണ്. അപ്പോൾ അതൊരു തോട്ട് ബ്ലോക്കാണ്. അതിനെ കട്ട് ചെയ്യുക, സ്ഥിരമായിട്ടൊരു സ്ഥലത്തിരിക്കുക. ഞാൻ ഇവിടുന്ന് മാറാൻ ഉദ്ദേശിച്ചില്ല, ഇവിടെ തന്നെ ഞാൻ ഇരിക്കുക. അപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ടേ പറ്റും. അപ്പോൾ ആ തോട്ട് കട്ട് ചെയ്തു. ധ്യാന വസ്തുക്കൾ ഒരേ സാധനം ഉപയോഗിക്കുക. ഒരേ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇത് ഉപയോഗിച്ചു, ഇന്ന് ആ മാല ഉപയോഗിച്ചു, നാളെ ഈ മാല ഉപയോഗിച്ചു, ആ മാല ഈ മാലയേക്കാൾ നല്ലത്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കുക. ഒരുപാട് ചിന്തകളെ മേലെ നിയന്ത്രണം കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. ചിന്തകളെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു നദിയിലൂടെ ചിന്തകളാകുന്ന മരക്കഷ്ണങ്ങൾ ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് ഇങ്ങനെ കാണുക. പല രീതിയിൽ കാണാം. ആകാശത്ത് മേഘങ്ങളായിട്ട് ചിന്തകൾ പോകുന്നതായിട്ട് കാണാം. റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടോ നോക്കുക. റിക്കറിങ് തോട്ട്സ്, റുമിനേറ്റിംഗ് തോട്ട്സ് എന്ന് പറയുക. ആ തോട്ട് വന്നാൽ ഒരു മാനസികമായിട്ടൊരു ബണ്ട് കെട്ടുക. ആ ബണ്ടിൻ്റെ അപ്പുറത്തേക്ക് ആ തോട്ടിനെ ഒഴുക്കി വിട്ടേക്കുക. പിന്നെ അത് തിരിച്ചു വരില്ല എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ റുമിനേറ്റിംഗ് തോട്ട്സിനെ മുഴുവൻ ബണ്ട് കടത്തി വിട്ടേക്കുക. അങ്ങനെ നിങ്ങൾ നോക്കി കൊണ്ടിരിക്കുമ്പം ചിന്തകൾ ഒടുങ്ങിയൊരു പ്രശാന്താവസ്ഥ മനസ്സിന് വന്നു ചേരും. ഇങ്ങനെ കുറച്ച് നിഷ്കർഷകൾ വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റെ ധാരണ പ്രാക്ടീസിലുണ്ട്. അത് വളരെ അത്യാവശ്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. ഫോളോ ചെയ്താൽ വളരെയധികം ഗുണപ്രദമാണ്. എല്ലാ സ്ഥലത്തും ബാധകമാണോ? അല്ല. യോഗികളുടെ മനസ്സ് പോലെ ഇരിക്കും അത്. ഇപ്പോൾ വിജ്ഞാന ഭൈരവതന്ത്രത്തിൽ ആടുന്ന അല്ലെങ്കിൽ ഇളകുന്ന വാഹനത്തിലിരുന്നിട്ടൊരു ധാരണ ഉണ്ട്. കേരളത്തിലൊക്കെ ധാരാളം ചെയ്യാൻ പറ്റും അത്. അല്ലേ, റോഡിന് പോയാൽ ധാരാളം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇളകുന്ന വാഹനത്തിലാണ് ധാരണ. ഇളക്കത്തിൻ്റെ ഇടയിൽ ഇളക്കമില്ലായ്മ. അപ്പോൾ അവിടെ ഇളകിയല്ലേ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതെ, അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ആത്മനിഷ്ഠമായ ഒരു പദ്ധതിയാണ്. അത് ശാസ്ത്രനിഷ്ഠാണോ പ്രമാണനിഷ്ഠാണോ ഇതൊന്നുമല്ല അതിൻ്റെ വിഷയം. അതിൻ്റെ വിഷയം നിങ്ങൾക്ക് ആത്മാവിൽ ഇത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ ആത്മതത്വത്തിൽ ഇതിൻ്റെ പ്രകാശനം സംഭവിക്കുന്നുണ്ടോ. നിങ്ങൾക്ക് കടലാസിൽ തിയറി എഴുതി പാസ്സാവാം, നിങ്ങൾക്ക് സൈക്കോളജിയിൽ കൗൺസിലിങ്ങിൽ 90 മാർക്ക് വാങ്ങാം, പക്ഷെ കൗൺസിൽ ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ കാര്യം പോയി. നീന്തൽ പരീക്ഷ എഴുതി പാസ്സാവാം, നീന്തലിൻ്റെ എല്ലാ ടെക്നിക്കാലിറ്റിയും നിങ്ങൾക്ക് എഴുതി ഇതാക്കാം, നിങ്ങൾ എഴുതി തോൽപ്പിക്കും ഒരാളെ. പക്ഷെ വെള്ളത്തിൽ വീണാൽ നീന്താൻ അറിയില്ല. നീന്തൽ പഠിച്ച ആൾക്ക് മാത്രമേ അറിയൂ, നീന്താൻ അറിയുന്ന ആൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ ആത്മനിഷ്ഠമായിട്ടുള്ള പദ്ധതിയാണ്. ശാസ്ത്രാർത്ഥങ്ങളിൽ കുടുങ്ങി കഷ്ടപ്പെട്ട് ദൈവികതയെ അകറ്റരുതെന്നാണ് വിജ്ഞാന ഭൈരവതന്ത്രം പറയുന്നത്. ശിവസൂത്രം പറയുന്നത് ജ്ഞാനം ബന്ധ, ജ്ഞാനം അന്നാണ് ആണവോപായത്തിൽ, ജ്ഞാനം ബന്ധ ശാക്തോപായത്തിൽ. അപ്പം കളഞ്ഞോളണം. ജ്ഞാനമാകുന്ന അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് തടസ്സം സംഭവിക്കുക. ദൈവികതയെ ഹൃദയത്തിലാണ് സ്വീകരിക്കേണ്ടത്, ബുദ്ധിയിലല്ല. ബുദ്ധി വെച്ചിട്ടാണ് നിങ്ങൾ ഈശ്വരനെ അളക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്കതൊരിക്കലും സാധ്യമായിട്ടില്ല. കാരണം അത് ഹൃദയത്തിൽ നിന്ന് സംഭവിക്കുന്ന ബന്ധമാണ്. ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഞങ്ങളൊരിക്കലും ഒരു മന്ത്രവാദിനിയെ കാണാൻ പോയി. മന്ത്രവാദിനിയാണെന്ന് അറിഞ്ഞിട്ട് പോയതല്ല, ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. മന്ത്രവാദിനിയാണ്, പേര് കേട്ടൊരു മന്ത്രവാദിനിയാണ്. അപ്പോൾ അവരെ കാണാൻ പോയ സമയത്ത് അവർ പറഞ്ഞു, എനിക്കിങ്ങനെ ദേവിയെ കാണാൻ പറ്റും. ഞാൻ ദേവി എന്ന് വിളിക്കുന്ന സമയത്ത് ആ ദേവി മുകളിൽ നിന്ന് തൻ്റെ ഝണ ശബ്ദത്തോടുകൂടി തൻ്റെ ചിലങ്ക കിലുക്കിക്കൊണ്ട് മുടി അഴിച്ചിട്ടിട്ട് നാക്ക് നീട്ടി പള്ളിവാള് കിലുക്കി വരുന്നത് ഞാനിങ്ങനെ കാണും കേൾക്കും എന്ന് പറഞ്ഞു. രോമാഞ്ചമുണ്ടായ ഒരു അനുഭവമായിരുന്നു കേട്ടപ്പോൾ. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്കും കാണാൻ പറ്റുമോ? എങ്ങനെ? അപ്പോൾ അവരുടനെ പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചത് എന്താ, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വിവരമുണ്ട്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എത്രത്തോളം വിവരമുണ്ടോ അത്രത്തോളം നിങ്ങൾ ദേവിയിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. ദ മോർ യു അക്വയർ നോളജ്, ജ്ഞാനാഹങ്കാരം വർദ്ധിപ്പിച്ച് നിങ്ങൾ ഈശ്വരനിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടേയിരിക്കും. എല്ലാ ജ്ഞാനത്തെയും ഉപേക്ഷിക്കുക വേണ്ടത്. ജ്ഞാനം വേണം, ജ്ഞാനം വേണ്ടെന്നല്ലേ, ജ്ഞാനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഭാരതം ജ്ഞാനത്തെ പുലിക്കിയ നാടാണ്. ജ്ഞാനം വേണം, പക്ഷെ ജ്ഞാനം മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ദൈവികതയെ അനുഭവിക്കാൻ സാധ്യമല്ല.
ഭാരതത്തിലുണ്ടായ മഹത് പുരുഷന്മാരെയൊക്കെ നോക്കിയാൽ മതി. രാമകൃഷ്ണദേവൻ എന്ത് ജ്ഞാനമുണ്ടായിരുന്നു? ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ യേശു ക്രിസ്തുവിന് എന്ത് ജ്ഞാനമുണ്ടായിരുന്നു? അമൃതാനന്ദമയി അമ്മയ്ക്ക് അക്കാദമിക വിദ്യാഭ്യാസമോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ? പക്ഷെ അമ്മ കെട്ടിപ്പിടിക്കുമ്പോൾ ഹൃദയത്തിലേക്കല്ലേ, ഹൃദയം ചേർത്താണ് കെട്ടിപ്പിടിക്കുന്നത്. അങ്ങനെ അറിവും അനുഭവവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. അറിവ് അനുഭവത്തിന് പലപ്പോഴും ഒരു തടസ്സമാണെന്നാണ് പറയേണ്ടത്. കേശവചന്ദ്ര സെൻ വലിയ ജ്ഞാനിയായിരുന്നു, രാമകൃഷ്ണനുമായിട്ട് വലിയ അടുപ്പായിരുന്നു. ഇപ്പോൾ രാമകൃഷ്ണ പരമഹംസരെ അദ്വൈതിയാക്കുക, അദ്ദേഹം നവാദ്വൈതിയാണ്, അദ്വൈതിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സെൻ സ്ഥിരമായി വരുന്നത്. പക്ഷെ രാമകൃഷ്ണദേവൻ്റെ പ്രഭ കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല, ഇത്രയും ഒരു ആളോ, ഇങ്ങനെയൊരു മഹത്വമുള്ളൊരു മനുഷ്യനോ, ഇദ്ദേഹത്തിനോട് എന്താ ഞാൻ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ വിചാരിക്കുക. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറയും, കാളീനൊന്ന് വിട്ടുപിടിച്ചാൽ, കാളി ഉപാസന ഒന്ന് വിട്ടുപിടിച്ചാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം കിട്ടും എന്ന് ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കും. ഒരു ദിവസം രാമകൃഷ്ണദേവനും സെന്നും കൂടി നടക്കാൻ പോകുന്ന സമയത്ത് വെള്ളത്തിൽ കുറച്ച് വാൽമാക്രികളെ കണ്ടു. ആ വാൽമാക്രികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാമകൃഷ്ണദേവൻ ചോദിച്ചു, സെൻ, നിങ്ങൾ ആ വാൽമാക്രികളെ കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. അവയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വാല് മുറിഞ്ഞു പോവും. വാല് മുറിഞ്ഞു പോയാൽ തവളയാവുമല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും അതിന്? അപ്പോൾ അതിന് കരയിലേക്ക് വരാൻ പറ്റും, അതിന് വെള്ളത്തിലേക്കും പോകാൻ പറ്റും. അതായത് അതിന് വെള്ളത്തിലും വ്യാപരിക്കാൻ പറ്റും, കരയിലും വ്യാപരിക്കാൻ പറ്റും. രാമകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ വാല് മുറിച്ച് കളഞ്ഞൂടെ? ജ്ഞാനമാകുന്ന വാല് കാരണം ഈ കുണ്ടുകുളത്തിൽ മാത്രം ചുറ്റിത്തിരിയാനാണ് ഈ വാൽമാക്രിക്ക് യോഗം. ജ്ഞാനമാകുന്ന വാല് മുറിച്ചാലുണ്ടല്ലോ, രാമകൃഷ്ണദേവനെ പോലെ ആ കുണ്ടുകുളത്തിലും ഈ സമുദ്രത്തിലും ഈ വിശാലമായ കരയിലും അതിന് നടക്കാൻ സാധിക്കും. ജ്ഞാനമാകുന്ന വാൽ എന്നാണോ മുറിഞ്ഞു വീണു പോകുന്നത് അന്ന് മാത്രമേ മുക്തി സംഭവിക്കുള്ളൂ. ജ്ഞാനാന്താണ് മുക്തി. വേദാന്തം എന്നല്ലേ പറയാം. വിദ് ധാതുവിൽ നിന്നാണ് വേദം ഉണ്ടായതെങ്കിൽ വിദ് ധാതുവിൻ്റെ അർത്ഥം ജ്ഞാനം എന്നാണെങ്കിൽ ജ്ഞാനത്തിൻ്റെ അന്താണ് വേദാന്തം. വേദാന്ത പ്രതിപാദിതമായ വിഷയം മോക്ഷാണ്. അങ്ങനെയെങ്കിൽ ജ്ഞാനത്തിൻ്റെ അവസാനത്തിലാണ് മോക്ഷം സംഭവിക്കുന്നത്. ജ്ഞാനമൊടുങ്ങണം, സകലവും അഴിഞ്ഞ് തണിഞ്ഞ്, നാരായണഗുരുദേവൻ പറയുന്ന വാക്കാ, സകലവും അഴിഞ്ഞ് തണിയണം. ആ സമയത്ത് മാത്രമേ അത് ഉള്ളിൽ പ്രകാശിപ്പിക്കൂ. അറിവിലുമേറെ അറിഞ്ഞിടുന്നവൻ എന്ന് പറയുന്നുണ്ട് ഗുരുദേവൻ, തൻ ഉരുവിലുമൊത്ത് പുറത്തുമുജ്വലിക്കും. അറിവിൻ്റെ മേലെ അറിയുന്നവനാണ് യഥാർത്ഥത്തിൽ ഉജ്ജ്വലിക്കുന്നത്. അറിവ് തടസ്സമാണ്. അറിവിൻ്റെ മേലെ പോകണമെങ്കിൽ അത് ഹൃദയം കൊണ്ടുള്ള ബന്ധമാണ്. അവിടെ നമ്മൾ ആവശ്യമില്ലാത്ത ബലംപിടുത്തങ്ങൾ വെച്ച് ഇതിനെ അകറ്റിക്കളയരുത്. ഇതെല്ലാം വേണ്ടേ? ഇതെല്ലാം വേണം. സൈക്കിൾ ചവിട്ടുമ്പം ഒരു പ്രത്യേക രീതി ചവിട്ടി പഠിക്കണം, അങ്ങനെയാണ് പഠിക്കുക. പക്ഷേ സൈക്കിൾ ബാലൻസുകാരൻ അങ്ങനെയാണോ ചവിട്ടുന്നത്? അല്ലല്ല. സൈക്കിൾ ബാലൻസുകാരൻ സൈക്കിളിൻ്റെ മുകളിൽ കയറിക്കും, അതൊക്കെ തിയററ്റിക്കലി തെറ്റാണ്. തിയറി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, തിയറി അറിഞ്ഞാൽ അയാൾക്ക് പറക്കാൻ പറ്റില്ല. ബംബിൾ ബി എയറോഡൈനാമിക്സ് പഠിച്ചിരുന്നെങ്കിൽ അതിന് പറക്കാൻ പറ്റില്ല എന്ന് പറയും. അതുപോലെ സൈക്കിൾ ബാലൻസുകാരൻ പോകുന്നത് കണ്ടാൽ തിയററ്റിക്കലി ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അയ്യോ ഇയാളിപ്പോൾ വീഴുമല്ലോ എന്നാ പറയുക. അയാൾ വീഴില്ല. അയാൾ വീഴാത്തത് അയാൾ അതിൻ്റെ മേലെ അറിഞ്ഞു. ആ അറിവ് വെറും ഒരു ചവിട്ടുപടി മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഭജഗോവിന്ദം 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 മൂഢമതേ എന്ന് പറയുന്നുണ്ടല്ലോ ആചാര്യസ്വാമികൾ തന്നെ. അതിൽ അവസാനം പറഞ്ഞു, നെഹി നഹി രക്ഷതി ദൃക്റിഞ്ഞ് കരണേ. കൃഞ്ഞ് ധാതുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ഒരിക്കലും എന്ത് രക്ഷിക്കൂല? വ്യാകരണം രക്ഷിക്കൂല, നിരുക്തം രക്ഷിക്കൂല, പദനിഷ്പത്തി രക്ഷിക്കൂല, നിങ്ങളെ ഒന്നും രക്ഷിക്കൂല. നിങ്ങളെ ഭക്തി മാത്രമേ രക്ഷിക്കുള്ളൂ. ഭജഗോവിന്ദം 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 മൂഢമതേ, അത് മാത്രമേ മേലോട്ട് കൊണ്ടുപോകാൻ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ അവിടെ തീർന്നു പോകും. അതിന് വെറുതെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുക, അയാളെക്കാട്ടും വലുതാണ് ഞാനെന്ന് പറയുക എന്നൊക്കെയുള്ള ചില ബുദ്ധിശൂന്യവും ബാലിശവുമായ കാര്യങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ ആത്മാവിന് ഇതൊന്നും ബാധകമല്ല. അതുകൊണ്ടാണ് ഭൈരവത്തിൽ, വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റെ തുടക്കത്തിൽ ഭൈരവൻ പറയുന്നത് ഇതൊക്കെ ഗന്ധർവ നഗര ഭ്രമം കണക്കെയാണ്. പടുവിഡ്ഢികൾ ഇതിലൊക്കെ കടന്ന് തിരിഞ്ഞോട്ടെ, നീ വേണമെങ്കിൽ എൻ്റെ സ്വരൂപത്തെ വിജ്ഞാന ഭൈരവതന്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറയാം.
അല്ല, ഇത് പലപ്പോഴും സാധാരണഗതിയിൽ നല്ല രീതിയിൽ സാധന ചെയ്ത് അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെ വരെ അല്ല കൺഫ്യൂഷനിലാക്കുന്ന നമുക്ക് അനുഭവം ഉണ്ടല്ലോ. പണ്ടൊരാൾ ശ്രീനാഥ് തന്നെ പറഞ്ഞ അനുഭവമാണ്. പണ്ടൊരാൾ ഗണപതി ഹോമം പഠിക്കാൻ വന്നു. അപ്പോൾ അയാൾ ഗണപതി ഹോമം ചെയ്യുന്നുണ്ട്. പക്ഷേ അയാളെ നിലയ്ക്കാണ് ഗണപതി ഹോമം ചെയ്യുന്നത്. അയാൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് ഗണപതി ഹോമം ചെയ്യുന്നത്. അങ്ങനെ ഈ ഗണപതി ഹോമം പഠിക്കാൻ വന്നിട്ട് ഇദ്ദേഹത്തെ ഗണപതി ഹോമമൊക്കെ ഗംഭീരമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇയാൾക്ക് സത്യത്തിൽ നന്ദി ഉണ്ടാവും, സ്നേഹം ഉണ്ടാവുകയാണ്. അയാൾ വന്നിട്ട് ചീത്തയെ പറഞ്ഞു, എനിക്ക് ഇത്ര കാലം ഗണപതിനെ കാണാൻ പറ്റുമായിരുന്നു, നിങ്ങളത് പഠിച്ചതിന് ശേഷം ഗണപതിനെ കാണാൻ പറ്റുന്നില്ല. അയാൾ സ്വാഭാവികമായും സഹജമായും അതിനനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ നമ്മൾ ടെക്നിക്കലി ഇത് പഠിപ്പിച്ചിട്ട് മാധവിക്കുട്ടി കമലാദാസ് പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കവിത എഴുതാൻ പറ്റില്ലായിരുന്നു. ഭാഗ്യമാണ് ഇംഗ്ലീഷ് ഗ്രാമർ അവർ പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കവിതയുടെ വരപ്രസാദം നഷ്ടപ്പെട്ടു പോയേനെ. അതുകൊണ്ട് ജ്ഞാനവും സിദ്ധിയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ജ്ഞാനം സിദ്ധിക്കുള്ള ഒരു ഉപാധി പോലും അല്ല പലപ്പോഴും. നോക്കിക്കഴിഞ്ഞാൽ ജ്ഞാനം എന്ന് വെച്ചാൽ കേവല ജ്ഞാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്, ഉയർന്ന ജ്ഞാനത്തെ അല്ല കേട്ടോ, ഉപാധി പോലും അല്ല. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എന്തിനപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്? അപ്പം വ്യാകരണം ശരിയാക്കുക, അക്ഷരം നേരെയാക്കുക, ഉച്ചാരണ ശുദ്ധി കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആരോട് ഇടപെടണം? ദൈവത്തോട് ഇടപെടണം. നിങ്ങൾക്ക് ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്, അതിൻ്റെ അടുത്ത് നിങ്ങൾ ഉച്ചാരണ ശുദ്ധിയോടെയാണോ സ്നേഹത്തിൽ സംസാരിക്കുക? എന്താടാ ചുച്ചുടു വാവേ, ഇത് ഏത് ഭാഷയിലുള്ള സ്നേഹത്തിൻ്റെ ഭാഷ? ഇപ്പോൾ ഒരു വാക്ക് വന്നേ, ഷുട്ടുമാണി എന്നൊരു വാക്ക് ഇവരൊക്കെ അടുത്ത് ഒരുപാട് ഒരു അർബൻ ഡിക്ഷണറിയിൽ കയറിയ വാക്ക്. സ്നേഹം വരുന്ന സമയത്ത് ഷുട്ടുമണി എന്ന് വിളിക്കും. ഷുട്ടുമണി നിങ്ങൾ അമരകോശത്തിൽ എഴുതി വെച്ച വാക്കാ? നിങ്ങൾക്ക് ഷുട്ടുമണി എന്ന് വിളിക്കുന്ന സ്നേഹം അല്ലയോ പുത്രി എന്ന് വിളിക്കുന്ന സമയത്ത് കുട്ടിയോട് ഉണ്ടാവുന്നുണ്ടോ? ഞാൻ എൻ്റെ മോളെ പല പേരും വിളിക്കും. അതൊന്നും ശബ്ദധാരാവലിയിലോ ശബ്ദകോശത്തിലോ അമരകോശത്തിലോ ഒന്നുമില്ല. അവിടെ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളും അവൾ എന്നോട് തിരിച്ചു പറയുന്ന വാക്കുകളും ലോകത്തെ ഏറ്റവും ഹയസ്റ്റ് സ്നേഹപ്രകടന. ഞാൻ എൻ്റെ ഈശ്വരിയോട് അങ്ങനെയാണ് സ്നേഹപ്രകടനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ഈശ്വരിയോട് കൊഞ്ചാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഷയിലാണ്. ദേവി എന്നോട് തിരിച്ചും കൊഞ്ചിക്കുന്നത് എങ്ങനെയാണ്? അല്ലാതെ ദേവി വന്നിട്ട് സംസ്കൃത ഡിക്ഷണറി നോക്കിയിട്ട് നമ്മളോട് സംസാരിക്കുക? ആലോചിച്ച് നോക്കൂ. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ സ്നേഹമസൃണമായ ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉച്ചാരണശുദ്ധിയോ ഭാഷാശുദ്ധിയോ പദനിഷ്പത്തിയോ വ്യാകരണമോ നിരുക്തമോ ലോജിക്കോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. സ്നേഹം മാത്രം. ആ സ്നേഹം എല്ലാത്തിനും കവച്ചു വെക്കുന്ന ഭാഷയാണ്. നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ദൈവത്തെ ഏത് ഭാഷയിൽ വിളിക്കാൻ പറ്റിയാലും ഒരു കുഴപ്പമില്ല. പലപ്പോഴും ഒരു കുഴപ്പമില്ല. അല്ല, ഈ പറയുന്ന സമയത്ത് ഇപ്പോൾ ഉച്ചാരണത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളുണ്ടെന്ന് വയ്ക്കുക. നാവിനൊക്കെ ഒരുപാട് പ്രശ്നമുള്ള ആൾക്കാരില്ലേ? ഇപ്പോൾ സ്റ്റാമറിങ് ഉള്ള ഒരാളുണ്ടെന്ന് വയ്ക്കുക. അയാൾ വിളിച്ചാൽ ദേവി വരില്ല. അയാൾ ഉച്ചാരണശുദ്ധി ഇല്ല, അതുകൊണ്ട് ദേവി വരില്ല അയാളുടെ അടുത്തേക്ക്. അങ്ങനെ ഉണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഉച്ചാരണശുദ്ധി ഇല്ലാത്ത ഒരാൾ, വ്യാകരണം പഠിക്കാത്ത ഒരാൾ, സാധാരണക്കാരനായിട്ടൊരു മനുഷ്യൻ മീൻ വിൽക്കാൻ പോകുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. അയാൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഗ്രാമർ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ദൈവം വിളിയൊക്കെ കണ്ടക്കുക. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ പണ്ട് കൈലാസത്തിലേക്ക് പോവാണ്. ഞാനും എൻ്റെ ഭാര്യയുണ്ട്. മണിമഹേഷ് കൈലാസാണ്, മറ്റേ ആദി കൈലാസല്ല, അല്ല മാനസരോവർ കൈലാസല്ല. മണിമഹേഷ് കൈലാസത്തിലേക്ക് പോകുന്നവർക്ക് ഒരു ഗ്ലേഷ്യർ ഉണ്ട്. അതിൻ്റെ ഫോട്ടോ ഉണ്ട് എൻ്റെ അടുത്ത്, ഞാൻ തരാം. ആ ഫോട്ടോ നോക്കിയാൽ കാണാം. എൻ്റെ റൂമിൽ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ അതാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ആ ഗ്ലേഷ്യറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ ആണ്. ആ ഗ്ലേഷ്യർ കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷെ ചെറിയ ഒരു ഇടയാണ്, അത്രയേ ഉള്ളൂ, കാല് വെക്കാനുള്ള ഇടയുള്ളൂ. പിന്നെ താഴേക്ക് അഗാധമായ കൊക്കയിലേക്ക് പോകും നമ്മൾ. കാല് സ്ലിപ്പറിയാണ്, അറിയാലോ, ഐസിൽ കൂടെയാണ് നടക്കുന്നത്. നമ്മുടെ ഷൂസൊന്നും സ്പൈക്സ് ഉള്ള ഷൂസൊന്നും അല്ല. എനിക്കാണെങ്കിൽ പെട്ടെന്നൊരു ഭയം വരാൻ തുടങ്ങി. എൻ്റെ ഭാര്യ വീണു പോകുന്നു, അങ്ങനെയൊക്കെ ഒരു പേടി വരുമല്ലോ നമുക്ക്. അപ്പം ഞാൻ ഓവർ കോഷ്യസ് ആയി. അപ്പോൾ ഇവൾ കാല് വെക്കുന്നത് ഉറപ്പിച്ചല്ലേ, നമ്മുടെ കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ പേടി ഉണ്ടാവില്ല, ഉറച്ചല്ലേ ഇവൾ താഴെ പോവുമോ, അങ്ങനെയൊക്കെയുള്ള ചില വിഷൻസൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങി. പിന്നെ ആ യാത്രയുടെ ഒക്കെ കാഠിന്യം കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇവളെ എൻ്റെ തൊട്ട മുന്നിൽ ഇങ്ങനെ നടക്കുക. ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഞാൻ നടക്കുമ്പം ഇവളെ ഞാൻ ഇങ്ങനെ പിടിച്ചാണ് നടക്കുന്നത്. കാലുറപ്പിച്ച് വെക്ക് എന്നിങ്ങനെ അങ്ങനെയാണ് നടക്കുന്നത്. ഏതാണ്ട് പകുതി എത്തിയപ്പം
ഞാൻ ആ ടെൻഷൻ കൊണ്ട് കേൾക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടെ ദൂരമുള്ളൂ. അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് ഇവള് ഓം നമ ശിവായ്, ഓം നമ ശിവായ്, ഓം നമ ശിവായ് എന്ന് പറയാം. അപ്പം ഞാൻ ഇവളോട് നിർത്തിയിട്ട് പറഞ്ഞു, എടി ഓം നമ ശിവായ് എന്നല്ല. ഇവൾ ഈ സീരിയലിൽ കേട്ടിട്ട് ഉണ്ടല്ലോ ഓം നമ ശിവായ, അതിൻ്റെ അകത്തുള്ള സാധനം വെച്ചിട്ടാണ് ഈ പറയുന്നത്. വേറെ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല. ഓം നമ ശിവായ് എന്നല്ല പറയുക, ഓം നമ ശിവായ അങ്ങനെ പറ. ഇതിൻ്റെ നടക്കുന്നത്. അപ്പോൾ അവൾ തിരിഞ്ഞിട്ട് എന്നോട് ചോദ്യം ചോദിക്കുക, മനുഷ്യൻ ചാവാൻ കിടക്കുമ്പോഴാണോ ശിവൻ ഗ്രാമർ നോക്കുന്നത്? ആ ചോദ്യം ഞാൻ കേട്ട ഏറ്റവും ആഴത്തുള്ള ചോദ്യമാണ്. ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ച് ഇതിന് മുമ്പ്, ശിവൻ ഗ്രാമർ നോക്കുമോ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാതെ. അവൾ ചോദിച്ച സത്യമല്ലേ? ഒരു അപകടാവസ്ഥയിൽ ഭഗവാൻ ഓം നമ ശിവായ എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് മുകളിലിരിക്കുക, അതോ ഒന്ന് രക്ഷിക്കുക. സൗന്ദര്യലഹരിയിലൊരു സോങ്ങുണ്ട്, ഭവാനി ത്വം ദാസേ, ഭവാനി എന്ന് പറഞ്ഞാൽ മതി, ദേവിയുടെ കരുണ നിൻ്റെ മേൽ വന്ന് വീണു. അപ്പോൾ ദേവി സന്ധി ചേർത്തോ സമാസം ചേർത്തോ വിഭക്തി ഏത് ഉപയോഗിച്ചോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അനുഗ്രഹം കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അത് ബാലിശാണ്. അതുകൊണ്ട് ഈശ്വരനെ തിരയേണ്ടത് ഈ പറയുന്നതിലൊന്നുമല്ല. ഈശ്വരനെ തിരയേണ്ടത് അകത്ത് തന്നെയാണ്. ആ അകമേ തിരയാനുള്ള മാർഗം തന്നെയാണ് വിജ്ഞാന പരതന്ത്രം മുന്നോട്ട് വെക്കുന്നത്. ഒരുപക്ഷെ ആ സ്നേഹം ഒന്നും അനുഭവിക്കാത്തത് കൊണ്ടായിരിക്കാമല്ലോ ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്നത്. ആവാം, അങ്ങനെയാവാം. സ്നേഹം അനുഭവിക്കാത്ത ആളുകൾ അങ്ങനെയൊക്കെ പ്രതികരിക്കാം. ഞാൻ ചിന്തിക്കാറുണ്ട്, പല ആളുകൾക്കും പ്രതികരിക്കുന്ന സമയത്ത് അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ്, പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും. വൈയക്തികമായ അനുഭവങ്ങൾ, ചിലത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട അനുഭവങ്ങൾ ഉണ്ടാവും, ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാവും, പല തരത്തിലുണ്ടാവും. ഇതിനെയൊക്കെ നമ്മൾ അകമേ പരിഹരിക്കേണ്ടതാണ്. നമ്മുടെ ചില പ്രശ്നങ്ങൾ നമ്മളൊരു ആശയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പറയരുത്. പറയുന്ന സമയത്ത് അപകടം ഉണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റെ ബാല്യകാലത്തിലോ അല്ലെങ്കിൽ എൻ്റെ കൗമാരകാലത്തിലോ അല്ലെങ്കിൽ ഈ കാലത്തിലോ എനിക്കുണ്ടായ ഒരു ട്രോമയോ ദുരനുഭവമോ വെച്ചുകൊണ്ട് ഞാൻ ആധ്യാത്മികമായ ഒരു കാര്യത്തെ സമീപിക്കുകയും ആളുകളോട് ഇത് ഇങ്ങനെയാണെന്ന് പറയുകയും ചെയ്താൽ അത് ശരിയല്ല. ഞാൻ എടുക്കേണ്ട ആത്മവിമലീകരണം എൻ്റെ അകത്തുണ്ടാവുന്നുണ്ട്. ആ ആത്മവിമലീകരണം എൻ്റെ അകത്ത് ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. നമ്മൾ സംസാരിച്ചു നേരത്തെ അങ്ങനെ എല്ലാ ധാരണകളും എല്ലാവരും ചെയ്യരുതെന്നും ചെയ്യാൻ ശ്രദ്ധിക്കുകയൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഇപ്പം ഇതിനേതെങ്കിലും പുസ്തകങ്ങളുണ്ടോ അവൈലബിൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പഠിക്കുക, ധാരണകൾ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക? വിജ്ഞാന ഭൈരവതന്ത്രം ദ അസെൻറ്റ് എന്ന് പറയുന്നൊരു പുസ്തകം ബീഹാർ സ്കൂൾ ഓഫ് യോഗയുടെ ഒരു പുസ്തകമുണ്ട്. അത് നല്ല പുസ്തകമാണ്, വായിക്കാൻ പറ്റുന്ന നന്നായി ഉള്ളൊരു പുസ്തകമാണ്. പിന്നുള്ളത് സ്വാമി ലക്ഷ്മൺജി മഹാരാജ് തന്നെ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അത് ജോൺ ഹ്യൂസും ഇറക്കിയതുമുണ്ട്, പിന്നെ ബെറ്റ്ന ശാരദ ബൂമർ ഇറക്കിയതുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും സ്വാമിജിയുടെ വെർഷൻ. ജയദേവ് സിംഗിൻ്റെ വിജ്ഞാന ഭൈരവതന്ത്രം ഒരു ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകമാണ്. ഇതൊക്കെയാണ്. പിന്നെ ഓഷോയുടെ ബുക്ക് ഓഫ് സീക്രട്സ്, അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ബുക്ക് ഓഫ് സീക്രട്സ് ഒരു ഫിലോസഫിക്കൽ ഡയമെൻഷനെ നല്ലതാണ്. ബുക്ക് ഓഫ് സീക്രട്സ് നല്ലതാണ്. അത് മലയാളത്തിൽ സൈലൻസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ബുക്ക് ഓഫ് സീക്രട്സ് പൂനെന്ന് ഇവിടെ തന്നെ സയൻസ് തന്നെ കിട്ടുന്നു ബുക്ക് ഓഫ് സീക്രട്സ്. പിന്നെ മലയാളത്തിലൊരു പുസ്തകം എഴുതിയ ഞാനാണ്. അതിപ്പോൾ ഒരു 3-4 വർഷമായി. എൻ്റെ 2ാമത്തെ പതിപ്പ് ഇതുവരെ ഇറക്കിയിട്ടില്ല. അത് പെട്ടെന്ന് തന്നെ തീർന്നു പോയൊരു ബുക്കാണ്. പിന്നെ അത് ഈ സമയത്ത് കുറച്ചും കൂടെ സമയമെടുത്ത് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വൈകി പോകുന്നതാണ്. ഈ ശിവരാത്രിക്ക് നമുക്ക് പ്രതീക്ഷിക്കാവും. അത് നോക്കാം. അനുത്തരം തന്നെയാണല്ലോ ഇറക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നോക്കാം. അത് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിനിങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ട ഒരു ബുക്കാണ്. കാരണം കുറച്ചും കൂടി ആഴത്തിൽ പോകണമെന്ന് കരുതിയിട്ട്. ആദ്യത്തെ ഘട്ടത്തിൽ അത് ഇറങ്ങിയത് വിപണിയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തീർന്നോന്ന് അറിഞ്ഞൂടാ, അതാണ് ഉള്ളത്. അപ്പോൾ ഒരു ആഗ്രഹത്തിൽ നിന്ന് എഴുതി തുടങ്ങിയ പുസ്തകമാണ് വിജ്ഞാന ഭൈരവതന്ത്രം. എഴുതാൻ എനിക്ക് വായിക്കാൻ വേണ്ടി ഞാൻ എഴുതിയതാണ്, അതാണ് ബുക്കാക്കി മാറ്റിയത്. ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള പുസ്തകം. അതിൽ മലയാളത്തിലെ പുസ്തകം ലഭ്യമല്ല, അവൈലബിൾ അല്ല. മലയാളത്തിൽ ചോദിച്ചുകൊണ്ട്, മലയാളത്തിൽ വേറെ ആരെങ്കിലും വിജ്ഞാന ഭൈരവതന്ത്രം ചെയ്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാഴ്ചയിൽ ഞാൻ കണ്ടിട്ടില്ല. അല്ല, നമുക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട്. അടുത്ത് ലെനയുടെയൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയതിന് ശേഷം. അതെ അതെ, അനന്തരയിലേക്കാണ് എൻക്വയറീസ് അധികം വരുന്നത്. നമ്മൾ ചെയ്യാം, പ്രാവശ്യം ചെയ്യാം. അപ്പം വിജ്ഞാന ഭൈരവതന്ത്രത്തെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ നമുക്ക് ഈ ഒരു ചർച്ചയിലൂടെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം പങ്കിടുന്നു. നന്ദി, നമസ്കാരം.